ഹലോ ഓൾ, നമ്മൾ പ്രോസസ് കാൽക്കുലേഷന്റെ ഒരു റീക്യാപ്പ് ആണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ റോൾസ് ലോ, വേപ്പർ പ്രഷർ, ഐഡൽ നോൺ ഐഡൽ സൊല്യൂഷൻസ്, അങ്ങനത്തെ കുറച്ച് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്സ്, അതായത് മെറ്റീരിയൽ ബാലൻസ് ഒഴിച്ച്. മെറ്റീരിയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് 2 സ്റ്റെപ്പിലൊക്കെ ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ അതുകൂടെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്തി ആവും എന്ന് തോന്നുന്നു. സോ മാത്രമല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, കുറെ അധികം പ്രോബ്ലംസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സിന്റെയും ഒരു റീക്യാപ്പ് അല്ലെങ്കിൽ ഒരു റിവിഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കവർ ചെയ്ത വേപ്പർ പ്രഷർ ആണ്. ഫോർ പ്യുവർ സബ്സ്റ്റൻസ് നമുക്കറിയാം വേപ്പർ പ്രഷർ എന്താണ്, നമ്മുടെ പ്രഷർ എക്സർട്ടഡ് ബൈ വേപ്പർ ആണ് അല്ലെ. ഒറിജിനലി നമ്മൾ എടുക്കുന്നത് സോളിഡോ ലിക്വിഡോ ആവാം. സോളിഡും ലിക്വിഡിനും വേപ്പർ പ്രഷർ എക്സർട്ട് ചെയ്യും, ആൻഡ് ഇറ്റ്സ് എ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് സോളിഡ് ഓർ ലിക്വിഡ് അല്ലെ. നമ്മളിപ്പോ ഒരു ഡെൻസിറ്റി എന്നൊക്കെ പറയുന്ന പോലെ, ഫിസിക്കൽ പ്രോപ്പർട്ടിയെ പറയുന്നത് പോലെ, നമ്മുടെ വേപ്പർ പ്രഷറും ഒരു സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഒരു സർട്ടൻ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിൽ നമ്മുടെ സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഏതാണോ നമ്മൾ ഒറിജിനലി എടുക്കുന്നത്, അതുമായിട്ട് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. ഓക്കെ, ഇനി വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സോളിഡ് എത്ര വോളറ്റൈൽ ആണ്, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അത് ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ വേപ്പർ പ്രഷർ കൂടുതലാണ്, ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ദ മോർ ഇറ്റ് വിൽ ചേഞ്ച് ഫ്രം ലിക്വിഡ് ടു വേപ്പർ സ്റ്റേറ്റ്. ഓക്കെ, the pressure exerted by the vapor increases with the formation of more and more vapor. ആണല്ലോ, വേപ്പർ കൂടുന്തോറും നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. ഓൾസോ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, ഇത് ഇവാപറേഷനും ബോയിലിംഗും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോർമേഷൻ ഓഫ് വേപ്പർ ആണ് അല്ലെ. പക്ഷെ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഫോർമേഷൻ ഓഫ് ബബിൾസ് ആണ്. ഇനി നമ്മളിപ്പോ ഒരു ലിക്വിഡില്, ഒരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന ഒരു ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. ആ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഇവാപറേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ലെസർ സ്മോളർ ടെമ്പറേച്ചേഴ്സിൽ തന്നെ ഇവാപറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവാപറേഷൻ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ, ആ ഇവാപറേഷനിൽ ഉണ്ടാവുന്ന ആ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ വെൻ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമുക്ക് എന്ത് സംഭവിക്കും, ദെൻ ബോയിലിംഗ് സ്റ്റാർട്ട്സ് ഇൻ കേസ് ഓഫ് വാട്ടർ അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ സർഫസ്, ആ ലിക്വിഡ് സർഫസിലുള്ള മോളിക്യൂൾസ് ഒക്കെ, ഹൈ എനർജി മോളിക്യൂൾസ് ഒക്കെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ പോകുന്ന വേപ്പർ ലിക്വിഡ് സ്റ്റേറ്റിന്റെ സർഫസിൽ നിന്ന് ഹൈ എനർജി, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഹൈ എനർജി കൈനറ്റിക് എനർജി ഒക്കെ അറ്റൈൻ ചെയ്ത് വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യുന്ന മോളിക്യൂൾസിനെ ആണ് നമ്മൾ വേപ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ലിക്വിഡ് ഗെറ്റ്സ് ഇൻ ടു വേപ്പേഴ്സ് ഇസ് കോൾഡ് ഇവാപറേഷൻ ഓർ വേപ്പറൈസേഷൻ, ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് ഇസ് നോൺ ആസ് ബോയിലിംഗ്. ആൻഡ് 2-3 റീസൺസ് ഓഫ് ഇവാപറേഷൻ നമ്മൾ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു. അതായത് ഹീറ്റിംഗ് ദ ഫ്ലൂയിഡ് അറ്റ് ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ് ആൻഡ് ദ പാർട്ടിക്കിൾസ്, അതായത് മോളിക്യൂൾ അട്രാക്ഷൻ, ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമ്പോൾ എന്ത് പറ്റും, ആ മോളിക്യൂൾസ് ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യും യൂസിങ് ദെയർ ഹൈ മൊമെന്റം അല്ലെ. ആ വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യുമ്പോഴാണ് ഇവാപറേഷൻ സ്റ്റാർട്ട്സ്. ആൻഡ് സർഫസ് ഏരിയ മോർ ആകുമ്പോൾ ഇവാപറേഷൻ കൂടുതലാണ്. സർഫസ് ഏരിയ ഹോട്ടർ ആകുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൂടുതലാവുമ്പോൾ ഇവാപറേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ലോ എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് മോയ്സ്ചർ കണ്ടന്റ് ലോ ആകുമ്പോഴും ഇവാപറേഷൻ കൂടുതലാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവാപറേഷൻ ഈസ് എ സർഫസ് ഫിനോമിനൻ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് വേണം. കാരണം ഇവാപറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് സർഫസിൽ നിന്ന് ഒക്കർ ചെയ്യുന്ന ഒരു ഫിനോമിനാണ്. പക്ഷെ ബോയിലിംഗ് എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫിനോമിന, ഓവറോൾ നമ്മുടെ ലിക്വിഡ് മൊത്തത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബോയിലിംഗ്. പക്ഷെ ഇവാപറേഷൻ ടേക്സ് പ്ലേസ് ഓൺലി ഫ്രം ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം. ഇവിടെ ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് അറിയാം സബ്ലിമേഷൻ പോയിന്റ്, അതുപോലെ തന്നെ 3 എന്താ പറയാ, ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസ് സബ്ലിമേഷൻ ലൈൻ, ഫ്യൂഷൻ ലൈൻ ആൻഡ് വേപ്പറൈസേഷൻ ലൈൻ കോയിൻസൈഡ് ചെയ്യുന്ന ട്രിപ്പിൾ പോയിന്റ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റിനെക്കാട്ടിലും ലെസ് ആണ് ടെമ്പറേച്ചർ എങ്കിൽ നമ്മൾ അതിനെ വേപ്പർ എന്ന് പറയും. ടെമ്പറേച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെന്ന് പറയും അല്ലെ. അതുപോലെ 2-3 കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ കുറവാണ്. ഇതാണ് ഗ്യാസ് ഫേസ്, അതായത് ഈ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഗ്യാസ് എന്ന് പറയും. അതിൽ കുറവാണെങ്കിൽ നമ്മൾ അതിനെ വേപ്പർ എന്ന് പറയും. ഓക്കെ, വേപ്പർ നമുക്ക് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റും ബൈ
കംപ്രഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഇല്ല എങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ വൈ ആക്സിസ് ആണ്, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ കംപ്രഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ വൈ ആക്സിസ് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ കൂൾ ചെയ്യുക. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഗ്യാസിനെ അല്ല നമുക്ക് കണ്ടൻസ് ചെയ്യാൻ പറ്റുന്നത്. ഗ്യാസ് കനോട്ട് ബി കണ്ടൻസ്ഡ് ബിക്കോസ് ഇറ്റ്സ് temperature is greater than critical point, but vapor can be condensed by keeping x-axis, അതായത് temperature constant by compression and cooling by keeping y-axis, that is pressure constant. Okay, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോണം. നമ്മൾ തിയറിയിൽ കവർ ചെയ്തതാണ്. ഓൾസോ ഗ്യാസ് whose temperature is greater than നമ്മുടെ TC cannot be condensed. വേപ്പറിന്റെ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ വേപ്പർ പ്രഷറിനെ കാട്ടി കുറവാണെങ്കിൽ നമ്മൾ അതിനെ സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് വിളിക്കും. ഓക്കെ, സൂപ്പർ ഹീറ്റഡ് വേപ്പർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സൂപ്പർ ഹീറ്റഡ് വേപ്പറിന്, അതായത് ഗ്യാസ് ആയിട്ടില്ല, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും കുറവാണ് ടെമ്പറേച്ചർ എങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ബൈ കംപ്രഷൻ നമുക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമുക്ക് കൂൾ ചെയ്യാം, കംപ്രസ് ചെയ്ത് നമുക്ക് ലിക്വിഡ് ആക്കി മാറ്റാം അല്ലെ. അപ്പൊ അതാണ് നമ്മൾ എ ബി സി എന്നുള്ള പോയിന്റ് നമ്മൾ പറയുന്നത്. ഇനി എ ബി സി എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈൻ അല്ലെ. അപ്പോ എ ബി സി എന്ന് പറയുന്ന ലൈനിൽ എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേപ്പർ ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഇസ് ബിലോ ദ ക്രിട്ടിക്കൽ പോയിന്റ് ടി സി അല്ലെ. അതിനെ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്യുക മീൻസ് പ്രഷർ കൂട്ടുകയാണ്. പ്രഷർ കൂട്ടുമ്പോൾ നമ്മൾ വിൽ റീച്ച് എ പോയിന്റ് ബി. ആ ബി എന്ന് പറയുന്നത് വേപ്പറൈസേഷൻ ലൈനിൽ കിടക്കുന്നതാണ്. അപ്പോ നമ്മുടെ എ എന്ന് പറയുന്ന ലിക്വിഡും ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വേപ്പറും വിൽ ബി ഇൻ ഈക്വിലിബ്രിയം അല്ലെ. ഇനി ആ പോയിന്റിലുള്ള പ്രഷർ, കറസ്പോണ്ടിങ് ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ, ഇവിടെ ഒരു കറസ്പോണ്ടിങ് പ്രഷർ, താഴോട്ട് ഒരു കറസ്പോണ്ടിങ് പ്രഷർ അല്ലെ, ഇവിടെ ഒരു കറസ്പോണ്ടിങ് പ്രഷർ. ആ പ്രഷറിനെയും ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പ്രഷർ ആൻഡ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ, അതായത് ആ ബി കണ്ടീഷനിലുള്ളതിനെ നമ്മൾ സാച്ചുറേഷൻ കണ്ടീഷൻസ് എന്ന് വിളിക്കും. ഇനി ഓൺ കംപ്ലീറ്റ് കമ്പഷൻ ദ മെറ്റീരിയൽ എന്റേഴ്സ് ദ സബ്കൂൾഡ് ലിക്വിഡ് റീജിയൻ റെപ്രസെന്റഡ് ബൈ ബി സി. ഇതെന്ന് പറയുന്നത് സബ്കൂൾഡ് റീജിയൻ ആണ് അല്ലെ. ഓൾസോ നമുക്ക് നമ്മുടെ തിരിച്ച് സി ബി എ റിവേഴ്സ് പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് വേപ്പറൈസേഷൻ ഓഫ് എ ലിക്വിഡ് ഈസ് ഓൾസോ പോസിബിൾ ബൈ റെഡ്യൂസിങ് ദ പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെ. ഇപ്പൊ എ ബി സി നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് പ്രഷർ കൂട്ടുകയാണ് ചെയ്തത്. ഇനി സി ബി എ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് പ്രഷർ കുറയ്ക്കും അല്ലെ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് തന്നെ, നമ്മുടെ ആ ഒരു സി ബി എയിലുള്ള ടെമ്പറേച്ചർ മാറുന്നില്ല, ഈ ഒരു ടെമ്പറേച്ചർ ടി തന്നെയാണ് അല്ലെ. അപ്പൊ ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ പ്രഷർ കുറയ്ക്കുമ്പോൾ നമുക്ക് സി ബി എ അതായത് വേപ്പറൈസേഷൻ കിട്ടും. സബ്കൂൾഡ് ലിക്വിഡിനെ നമുക്ക് വേപ്പേഴ്സ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ വേപ്പേഴ്സിനെ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആണ്. സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഗ്യാസ് ഫേസിലായി കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻസേഷൻ പറ്റത്തില്ല. ഓക്കെ, ഓൾസോ നമ്മളിപ്പോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഒരു വേപ്പറിനെ, സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ നമ്മൾ സബ്കൂൾഡ് ലിക്വിഡ് ആക്കുന്നതാണ് കണ്ടത്. ഇനി പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ഫേസ് ചേഞ്ച് ആണ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ടു ഗ്യാസ്, സോളിഡ് ടു ലിക്വിഡ് ടു വേപ്പർ ടു ഗ്യാസ്. അപ്പൊ അതാണ് MNOP എന്നുള്ള ലൈൻ കാണിക്കുന്നത്. ഇവിടെ എമ്മിൽ നമുക്കൊരു യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് ഉണ്ട്. അത് കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് എൻ എന്നുള്ള സ്റ്റേറ്റിലെത്തും. എൻ എന്നുള്ള സ്റ്റേറ്റിലെത്തുമ്പോൾ ആ എൻ എന്നുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫ്യൂഷൻ ലൈനിലാണ്. അപ്പൊ ഫ്യൂഷൻ ലൈൻ റെപ്രസെന്റ്സ് എന്താണ് നമുക്കറിയാം, ആ ഒരു സോളിഡും ലിക്വിഡ് ആയി അവിടെ. അപ്പൊ നമ്മുടെ ഉണ്ടായിരുന്ന എം എന്നുള്ള സോളിഡ് എൻ ആയപ്പോൾ ലിക്വിഡ് ആയി മാറി. അപ്പൊ ആ എമ്മിലും എന്നിലും ഉണ്ടായിരുന്നത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം അല്ലെ. ആ എൻ റെപ്രസെന്റ്സ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. കാരണം എം എന്നുള്ള സോളിഡ് ആൻഡ് എൻ എന്നുള്ളത് നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ ആ ഫ്യൂഷൻ ലൈനിലെ ലിക്വിഡിലേക്ക് മാറി. ഓക്കെ, ഇനി ആ ഹീറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ആ ഹീറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എൻ മുതൽ ഒ വരെ നമ്മുടെ ലിക്വിഡ് ആണ്. ഓക്കെ, ആ ഓയിലാണ് നമ്മുടെ വേപ്പറൈസേഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ കണ്ടീഷനും നമ്മുടെ സാച്ചുറേറ്റഡ് കണ്ടീഷനാണ് സച്ച് ദാറ്റ് MNO വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ അത് ഒരു ലൈനിലാണ്. കാരണം എമ്മിലുള്ള സോളിഡും എന്നിലുള്ള ഫ്യൂഷൻ ലൈനിലുള്ള ലിക്വിഡും ആൻഡ് വേപ്പറൈസേഷൻ ലൈനിലുള്ള O പോയിന്റിലുള്ളതും will be in equilibrium, that is they will be at saturated conditions. Okay, till the entire solid നമ്മൾ എടുത്ത ആ ഒരു ഹോൾ യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് വേപ്പറൈസേഷൻ വരെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു ടെമ്പറേച്ചർ, അതായത്
ഓയിലുള്ള ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലെ. ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് എന്ന് വെച്ചാൽ എന്താണ്, വിച്ച് സ്റ്റാർട്ട്സ് ടു ഫോം ബബിൾസ്. ഓക്കെ, ബബിൾസ് ഫോം ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു O ആണ്. കാരണം O വരെ നമ്മുടെ എല്ലാ ലിക്വിഡും വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് അല്ലെ. ഇനി O മുതൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, വേപ്പേഴ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, വേപ്പർ ലിക്വിഡ് ഇക്വിലിബ്രിയത്തിന്റെ കർവിൽ ഏതൊരു പോയിന്റിൽ എടുത്താലും നമുക്ക് സാച്ചുറേഷൻ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കറസ്പോണ്ടിങ് ടു വേപ്പർ ആൻഡ് ലിക്വിഡ് വിച്ച് എക്സിസ്റ്റ് ഇൻ കോഎക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഏതൊരു പോയിന്റ് എടുത്താലും നമ്മുടെ ആ ഒരു പോയിന്റിലെ ലിക്വിഡും ആ ഒരു പോയിന്റിലെ വേപ്പറും ദേ വിൽ എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. ഓൾസോ നമ്മൾ നമ്മുടെ O എന്നുള്ള പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് സംഭവിക്കുന്നത്, ആ വേപ്പർ സ്റ്റേറ്റിലുള്ളതെല്ലാം ലിക്വിഡ് എല്ലാം നമുക്ക് ഫുൾ കംപ്ലീറ്റ്ലി വേപ്പറായി കിട്ടും അല്ലെ. വീണ്ടും നമ്മൾ ഓക്ക് ശേഷവും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എത്തും. ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിനെ കാട്ടിലും ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ആൻഡ് ദ വേപ്പർ സ്റ്റേറ്റ് വിൽ ചേഞ്ച് ടു ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലെ. സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ ഫ്യൂഷൻ കർവും നമ്മുടെ വേപ്പറൈസേഷൻ കർവും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയാം. കാരണം നമ്മുടെ 3 ഫേസസും, നമ്മുടെ ഫ്യൂഷൻ കർവിലുള്ള ഫേസും നമ്മുടെ വേപ്പേഴ്സും നമ്മളെ സോളിഡും വിൽ കോ എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് ട്രിപ്പിൾ പോയിന്റ്. അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ, സിസ്റ്റത്തിന്റെ പ്രഷർ എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റിനെക്കാട്ടിയും കുറവാണ് എങ്കിൽ നമ്മുടെ സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡയറക്ട്ലി എന്താവും, സബ്ലൈം ചെയ്യും അല്ലെ, വേപ്പേഴ്സ് ആവും. ഡയറക്ട്ലി നമ്മുടെ വേപ്പേഴ്സ് ആവും, ലിക്വിഡ് സ്റ്റേറ്റിൽ എത്തില്ല, ഫ്യൂഷൻ ലൈനിൽ എത്തില്ല. അതിനു മുമ്പേ അത് ഏത് ലൈനിലെത്തും, നമ്മുടെ വേപ്പറൈസേഷൻ ലൈനിൽ. ഈ ബോട്ടം വേപ്പറൈസേഷൻ ലൈൻ ഇതാണ്, ആ വേപ്പറൈസേഷൻ ലൈനിന്റെ ബോട്ടത്തിലെത്തും അല്ലെ. അപ്പോൾ പ്രഷർ ഓഫ് ആ സിസ്റ്റം ബിലോ ഇറ്റ്സ് ട്രിപ്പിൾ പോയിന്റ് വിൽ റിസൾട്ട് ഇൻ ദ ഹീറ്റിംഗ് ഓഫ് സോളിഡ് ടു സബ്ലൈം. ഓക്കെ, ഇനി സബ്ലിമേഷൻ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേപ്പേഴ്സ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സോളിഡ്. ഓക്കെ, സോളിഡ് വേപ്പർ. ഓക്കെ, ഇത് സോളിഡ് ലിക്വിഡ്, ഇത് ലിക്വിഡ് വേപ്പർ. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓൾസോ ഫ്യൂഷൻ ലൈൻ, ഫ്യൂഷൻ കർവ് എന്ന് പറയുന്നത് അത് ഇൻഫിനിറ്റി വരെ ഉണ്ടാവും. പക്ഷെ വേപ്പറൈസേഷൻ കർവ് എവിടെ വരെ ഉണ്ടാവുള്ളൂ, നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റിൽ വരെ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ. ആൻഡ് ആഫ്റ്റർ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്കറിയാം എന്താണ്, ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഗ്യാസ്. ആൻഡ് നമുക്ക് ഗ്യാസിനെ പിന്നെ കണ്ടൻസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഓക്കെ, വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ കോറിലേഷൻസ് നമുക്കൊരു 3 ടൈപ്പാണുള്ളത്. ക്ലാപ്പറൺ ഇക്വേഷൻ, ക്ലോഷ്യസ് ക്ലാപ്പറൺ ആൻഡ് ആന്റോൺ ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ക്ലാപ്പറൺ ഇക്വേഷൻ. ക്ലാപ്പറൺ ഇക്വേഷന്റെ ഫോർമുലയാണത് dPs/dt ഈക്വൽസ് ലാംഡ ഡിവൈഡഡ് ബൈ T ഡെൽറ്റ V, വേർ TS എന്ന് പറയുന്നത്, PS എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ആണ്, T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആണ്, ലാംഡ എന്ന് പറയുന്നത് നമുക്കറിയാം ഫേസ് ചേഞ്ചിൽ ഉണ്ടാവുന്ന ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ആൻഡ് ഡെൽറ്റ V എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ഡ്യൂറിംഗ് ഫേസ് ചേഞ്ച്, ആൻഡ് ടെമ്പറേച്ചർ T ഈസ് ദ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചോണം. കാരണം 3-4 റിലേഷൻസ് തന്നിട്ട് ഏതാണ് വിച്ച് വൺ റെപ്രസെന്റ്സ് ദ ക്ലാപ്പറൺ ഇക്വേഷൻ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ നമ്മളിവിടെ പഠിക്കുന്നത് ഈ 3 കോറിലേഷൻസും എന്താണ്, ഡിപെൻഡൻസി ഓഫ് വേപ്പർ പ്രഷർ ഓൺ ടെമ്പറേച്ചർ ആണ് അല്ലെ. വേപ്പർ പ്രഷർ ഡിപെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഒള്ളി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഡിപെൻഡൻസി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഇക്വേഷൻസ് പഠിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും ആയിരിക്കും, ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ലാംഡ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ T ഇൻറ്റു വോളിയം ചേഞ്ച്. ഓക്കെ, ക്ലോഷ്യസ് ക്ലാപ്പറൺ ഇക്വേഷൻ ആണ് സെക്കൻഡ് ടൈപ്പ്. നമ്മുടെ ക്ലാപ്പറൺ ഇക്വേഷന്റെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കുറച്ച് മോഡിഫിക്കേഷൻസ് നടത്തിയതിനു ശേഷം, അതായത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ മോളാർ വോളിയം ഓഫ് ലിക്വിഡ് ഈസ് നെഗ്ലിജിബിൾ, അതായത് നമ്മുടെ ഡെൽറ്റ V ഈസ് ഇക്വൽ ടു VG മൈനസ് VL ആണെന്നാണല്ലോ. അതിനകത്ത് ഡെൽറ്റ VL നെഗ്ലിജിബിൾ ആണ്, അതായത് ലിക്വിഡ് വോളിയം നെഗ്ലിജിബിൾ ആണ്, മോസ്റ്റ്ലി അത് വേപ്പർ ആണ് എന്നുള്ള അസംഷനിലും, ഓൾസോ ദ വേപ്പർ ബിഹേവ്സ് ആസ് ആൻ ഐഡിയൽ ഗ്യാസ് എന്നുള്ള അസംഷനിലും നമ്മൾ മോഡിഫൈ ചെയ്ത് നമ്മൾ 2 ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷർ കണ്ടുപിടിക്കുന്ന ആ ഒരു റിലേഷൻ ആണ് ക്ലോഷ്യസ് ക്ലാപ്പറൺ ഇക്വേഷൻ. ഗിവൺ ടെമ്പറേച്ചർ T1 and T2 at the corresponding pressure P1 to P2, നമ്മുടെ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ് ക്ലോഷ്യസ് ക്ലാപ്പറൺ ഇക്വേഷൻ. അതില് ln P2 ഇതാണ് ഇക്വേഷൻ നമ്മുടെ.
നമുക്ക് ഒരു ടെമ്പറേച്ചറിലുള്ള കറസ്പോണ്ടിങ് വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും ആൻഡ് സെക്കൻഡ് വണ്ണിലുള്ള ടെമ്പറേച്ചറും തരികയാണെങ്കിൽ T2 കറസ്പോണ്ടിങ് ടു T2 നമുക്ക് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കോറിലേഷൻ ആണ് ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആന്റോണി ഇക്വേഷൻ. നമ്മളിപ്പോ ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ നമ്മൾ കണ്ടു. T1 ആൻഡ് T2 കറസ്പോണ്ടിങ് പ്രഷർ വേപ്പർ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെ ആ ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ കോൺസ്റ്റൻസ് ആക്കും. അതായത് കോൺസ്റ്റൻസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആക്കും. ആ ഒരു ആന്റോണി ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു വേപ്പർ പ്രഷർ ടെമ്പറേച്ചറിന്റെ ഒരു എംപിറിക്കൽ ഇക്വേഷൻ ആണ്. ആ ഒരു കോൺസ്റ്റൻസ് നമ്മൾ എത്ര കോൺസ്റ്റൻസ് ഉണ്ടോ A, B, C അതിനെ ആന്റോണി കോൺസ്റ്റൻസ് എന്ന് പറയും. ഈ ഒരു ആന്റോണി കോൺസ്റ്റൻസിനെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടറിനാണ് എങ്കിൽ കറസ്പോണ്ടിങ് ഒരു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 284 to 441 Kelvin, 284 to 441 Kelvin. അതുപോലെ തന്നെ താഴേക്ക് ഇഷ്ടം പോലെ ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് A, B, C കോൺസ്റ്റൻസിന്റെ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഒരു വാല്യൂസ്, ആ ഒരു ടേബിൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഉണ്ട്, ആ ഒരു ടേബിൾ അവൈലബിൾ ആണ്. സോ ആ ടേബിളിൽ നിന്ന് നമ്മൾ ABC കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ആന്റോണി കോൺസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ നമുക്കറിയാം. കറസ്പോണ്ടിങ് ആ ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എംപിറിക്കൽ കോറിലേഷൻ ആണ് ആന്റോണി ഇക്വേഷൻ. ഓക്കെ, വേപ്പർ പ്രഷർ പ്ലോട്ട്സ് നമ്മൾ ഇതുവരെ കണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വേപ്പർ പ്രഷർ നമ്മളൊരു ടെമ്പറേച്ചറിന്റെ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ എക്സ്പെരിമെന്റൽ ഡേറ്റ നമുക്ക് ഉണ്ടാവും. എന്തിനാണ് നമുക്ക് വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടം പോലെ ഡേറ്റ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ ആണെങ്കിലും ക്ലോഷ്യസ് ആണെങ്കിലും ആന്റോണി ഇക്വേഷൻ ആണെങ്കിലും നമ്മൾ ഒരു ടെമ്പറേച്ചർ റേഞ്ചിനാണ് ഒരു കോൺസ്റ്റൻസിന്റെ വാല്യൂ പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇന്റർപോളേറ്റ് ചെയ്യാനും എക്സ്ട്രപോളേറ്റ് ചെയ്യാനും നമുക്ക് ഒരുപാട് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്ത് ആയിരിക്കും നമ്മൾ ആ ഒരു വാല്യൂ, ഒരു വേപ്പർ പ്രഷറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷനിൽ 2-3 അസംപ്ഷൻസ് എടുത്തിരുന്നു. അതായത് ലിക്വിഡിന്റെ വോളിയം നെഗ്ലിജിബിൾ ആണ്, ഓൺലി വേപ്പർ വോളിയം ഈസ് അക്കോമഡേറ്റഡ് ആൻഡ് വേപ്പർ ബിഹേവ്സ് ആസ് ആൻ ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ഫ്രം ക്ലാപെറോൺ ഇക്വേഷൻ. അപ്പോൾ ഹൈ പ്രഷർ ആകുമ്പോൾ നമുക്ക് വോളിയം ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ വോളിയം ഓഫ് വേപ്പർ. അതുപോലെ തന്നെ വേപ്പർ നമ്മൾ ഹൈ പ്രഷറിലൊക്കെ ആണ് എങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കോൺസ്റ്റന്റ് അല്ല. അതുപോലെ തന്നെ നമ്മൾ ഐഡിയൽ ബിഹേവിയർ ആയിട്ട് തന്നെ ഐഡിയൽ ഗ്യാസ് ആയിട്ട് തന്നെ ബിഹേവിയർ ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഇന്റർപോളേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, വേപ്പർ പ്രഷറിന് വേണ്ടിയിട്ട് ഇന്റർപോളേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഒരു വേപ്പർ പ്രഷറിന്റെ റെഫറൻസ് പ്ലോട്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു 2 പ്ലോട്ടാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അതിൽ ഈക്വൽ പ്രഷർ റെഫറൻസ് സബ്സ്റ്റൻസ് പ്ലോട്ടും ഈക്വൽ ടെമ്പറേച്ചർ റെഫറൻസ് സബ്സ്റ്റൻസ് പ്ലോട്ടും. ഓക്കെ, ഇനി ഈക്വൽ പ്രഷർ ഇതിൽ ഇത്രയും പഠിച്ചാൽ മതിയാവും. ഈക്വൽ ടെമ്പറേച്ചർ റെഫറൻസ് സബ്സ്റ്റൻസ് പ്ലോട്ടിനെ നമ്മൾ കോക്സ് ചാർട്ട് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈക്വൽ പ്രഷർ റെഫറൻസ് സബ്സ്റ്റൻസ് പ്ലോട്ടിനെ നമ്മൾ ഡ്യൂറിങ്സ് ലൈൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഈക്വൽ ടെമ്പറേച്ചർ കോക്സ് ചാർട്ട് ആൻഡ് ഈക്വൽ പ്രഷർ ഡ്യൂറിങ്സ് ലൈൻസ്. ഇനി കോക്സ് ചാർട്ടിൽ നമ്മൾ ലോഗരിതം ഓഫ് വേപ്പർ പ്രഷർ, ഓക്കെ, അഗെയിൻസ്റ്റ് ലോഗരിതം ഓഫ് വേപ്പർ പ്രഷർ ഓഫ് റെഫറൻസ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിന് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോക്സ് ചാർട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ലോഗരിതം ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. അപ്പൊ ഇതാണ് നമ്മുടെ കോക്സ് ചാർട്ട്. ഓക്കെ, കോക്സ് ചാർട്ട് എന്ന് പറയുന്നത് y ആക്സിസിൽ ലോഗരിതം ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സിസിൽ ടെമ്പറേച്ചർ ആണ് ഇൻസ്റ്റെഡ് ഓഫ് വേപ്പർ. നെക്സ്റ്റ് വൺ ഈസ് ഈക്വൽ പ്രഷർ റെഫറൻസ് സബ്സ്റ്റൻസ് പ്ലോട്ട്. ഈക്വൽ പ്രഷർ റെഫറൻസ് സബ്സ്റ്റൻസ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ്സ് ലൈൻസ് ആണ്. ഡ്യൂറിങ്സ് ലൈൻസിൽ നമ്മൾ y ആക്സിസിൽ വാട്ടറിന്റെ ടെമ്പറേച്ചർ, അതായത് റെഫറൻസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചറും ഇവിടെ ടെമ്പറേച്ചർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് കുറെ ലൈൻസ് ഉണ്ടാവും. അതായത് 10% ഇപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് എങ്കിൽ 10% സോഡിയം ഹൈഡ്രോക്സൈഡ്, 20% സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ലൈൻസ് ഉണ്ടാവും. ഓക്കെ, എക്സെട്ര എക്സെട്ര. അപ്പോൾ ഏത് മാസ് ഫ്രാക്ഷൻ ആണ് ഇപ്പൊ ഈ തന്നേക്കുന്നത്, അപ്പോൾ ആ കറസ്പോണ്ടിങ് എത്ര മാസ് ഫ്രാക്ഷൻ ആണ് നമ്മുടെ സൊല്യൂഷൻ ഉള്ളതെന്ന് കറസ്പോണ്ടിങ് കണ്ടുപിടിച്ച് ക്വസ്റ്റ്യനിൽ നോക്കിയതിന് ശേഷം ആ കറസ്പോണ്ടിങ് വാട്ടറിന്റെ ആ ടെമ്പറേച്ചറും മാസ് ഫ്രാക്ഷനോട് ചേർത്തിട്ട് ഏതാണോ നമുക്ക് താഴേന്ന് നമ്മുടെ സൊല്യൂഷന്റെ ടെമ്പറേച്ചർ കിട്ടും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് ആ ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡ്യൂറിങ്സ് ലൈൻസ്. റോൾസ് ലോയുടെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയാവും. റോൾസ് ലോ എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ്
പാർഷ്യൽ വേപ്പർ പ്രഷർ, അതായത് പാർഷ്യൽ pressure of a component I is directly proportional to its concentration. Okay, ആ കോൺസെൻട്രേഷന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ നമുക്ക് PI പാർഷ്യൽ പ്രഷർ ഈക്വൽസ് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു വേപ്പർ പ്രഷർ എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ലിക്വിഡ് മിക്സ്ചർ ആണ് എടുക്കുന്നത് വിത്ത് A and B. അതിന്റെ കറസ്പോണ്ടിങ് റോൾസ് ലോ വെച്ചിട്ട് നമ്മൾ പാർഷ്യൽ പ്രഷർ ഈസ് ഇക്വൽ ടു XA into vapor pressure, partial pressure of B equals XB into vapor pressure of B എന്നുള്ളത് ഇക്വേഷൻസ് എഴുതി. നമുക്കറിയാം ബൈനറി സൊല്യൂഷൻ, അതായത് രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു സൊല്യൂഷനിലെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലെ. അപ്പോൾ വൺ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു അതർ കമ്പോണന്റ് നമുക്ക് XB ഈസ് ഇക്വൽ ടു 1 മൈനസ് XA എന്ന് എഴുതാം അല്ലെ. അതുപോലെ തന്നെ പ്രഷർ ഇൻ ടേംസ് ഓഫ് പ്രഷറിൽ നമ്മൾ മാറ്റുകയാണ് എങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദ കമ്പോണൻസ് ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ പ്രഷർ ഈസ് ഇക്വൽ ടു PA നമുക്ക് എന്ത് എഴുതാം? പാർഷ്യൽ പ്രഷർ ഓഫ് A എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു വേപ്പർ പ്രഷർ ഓഫ് A എന്ന് എഴുതാം അല്ലെ. അപ്പോൾ ആ ഒരു റോൾസ് ലോ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ആൻഡ് ഡോൾട്ടൺസ് ലോ വെച്ചിട്ട് നമുക്കറിയാം ടോട്ടൽ പ്രഷർ ഇസ് ദ സം ഓഫ് ദ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് കമ്പോണൻസ് ഇൻ എ മിക്സ്ചർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണന്റിന്റെ ഗ്യാസ് ഫേസ് എന്ന് പറയുന്നത് ഇസ് ദ റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ടു ടോട്ടൽ പ്രഷർ ആയിരിക്കും. നമുക്ക് ഗ്യാസ് ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് Y എന്ന് വന്നു അല്ലെ. ലിക്വിഡ് ഫേസിലാണെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ X എന്ന് പറയാം, ഗ്യാസ് ഫേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് Y ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു പറയുമ്പോൾ ഗ്യാസ് ഫേസ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് partial pressure divided by total pressure, okay, as per Dalton's law. So അത് നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഓൾസോ YA എന്ന് പറയുന്നത് PA നമുക്ക് PA XA കോൺസെൻട്രേഷൻ ഇൻറ്റു പാർഷ്യൽ വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷറിനെ നമുക്ക് സ്മോൾ PA പ്ലസ് PB എന്ന് എഴുതാം. ഓക്കെ, ആ ഓരോ PAയും നമ്മൾ XA PAS പ്ലസ് ഇതിൻ്റെത് XB PBS. ഓക്കെ, ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ 7 കിട്ടി. ഓൾസോ ലൈക്ക് വൈസ് നമ്മൾ സിമിലർലി കോമ്പോണന്റ് ബിക്കും നമ്മൾ കറസ്പോണ്ടിങ് XB PBS വേപ്പർ പ്രഷർ ഓഫ് S ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷറിനെ ഇൻ ടേംസ് ഓഫ് നമുക്ക് ലിക്വിഡിലാണ് നമ്മുടെ ഒരു മോൾ ഫ്രാക്ഷൻ ഉള്ളത്, വേപ്പറിന്റെ കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് വേപ്പർ പ്രഷർ ഇല്ല, സോറി മോൾ ഫ്രാക്ഷൻ ഇല്ല എങ്കിലും നമ്മൾ YA ഇൻ ടേംസ് ഓഫ് XA എഴുതുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ 7 and 8. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ നമുക്ക് വേപ്പറിന്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടില്ല, അതായത് YA തന്നിട്ടില്ല അല്ലെങ്കിൽ YB തന്നിട്ടില്ല എങ്കിൽ ഇൻ ടേംസ് ഓഫ് YA ഇൻ ടേംസ് ഓഫ് XA ആൻഡ് YB ഇൻ ടേംസ് ഓഫ് XB ലിക്വിഡ് മോൾ ഫ്രാക്ഷനിലെ കോൺസെൻട്രേഷൻസിലുള്ള ഇക്വേഷൻസ് ആണ് 7 and 8. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ YA ഇൻ ടേംസ് ഓഫ് XA അല്ലെങ്കിൽ YB ഇൻ ടേംസ് ഓഫ് XB കണ്ടുപിടിക്കണം. നമ്മൾ തിയറി ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കണം. നമ്മൾ റോൾസ് ലോ ആൻഡ് വേപ്പർ ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലുള്ള ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രഷർ കോൺസെൻട്രേഷൻ ഡയഗ്രാമും ഉണ്ട്, ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ ഡയഗ്രാമും ഉണ്ട്. പ്രഷർ കോൺസെൻട്രേഷൻ ഡയഗ്രാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ ഡയഗ്രത്തിലെ നമുക്ക് പറയുന്ന ഒരു പേരാണ് ബോയിലിംഗ് പോയിന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ അതാണ് ഈ കാണിച്ചേക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് ഡയഗ്രത്തിലെ ടെമ്പറേച്ചർ ഓൺ Y ആക്സിസ് ആൻഡ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡിന്റെതും ഗേഷ്യസ് ഫോമിലുള്ളതും വരും, അതായത് XAയും വരും YAയും വരും ഓൺ X ആക്സിസ്. സോ TXY ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഉള്ള കണ്ടീഷൻസിലുള്ള ടെമ്പറേച്ചർ അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നമുക്ക് ഡിസ്റ്റിലേഷൻ കാൽക്കുലേഷൻസിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതായത് ഡിസ്റ്റിലേഷന്റെ ഡിസൈൻ കാൽക്കുലേഷൻസിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പ്യുവർ കമ്പോണൻസിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് അതെല്ലാം നമ്മൾ പറഞ്ഞതാണ് നമ്മൾ തിയറി എടുത്ത സമയത്ത്. ഇനി ഇവിടെ പറയാനുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ TXA, അതായത് നമ്മുടെ താഴത്തെ ഗ്രാഫിനെ നമ്മൾ പറയുന്നത് ബബിൾ പോയിന്റ് കർവ് എന്നും മുകളിലത്തെ ഗ്രാഫ് അതായത് നമ്മുടെ TYA അതായത് വേപ്പർ ഫേസിന്റെ ടെമ്പറേച്ചർ അഗെയിൻസ്റ്റ് വേപ്പർ ഫേസ് ആണ് എങ്കിൽ TXA നമ്മൾ ബബിൾ പോയിന്റ് ഗ്രാഫ് എന്നും TYA നമ്മൾ ഡ്യൂ പോയിന്റ് ഗ്രാഫ് എന്നും വിളിക്കും. XA0 എന്നുള്ള പോയിന്റ് ഇതാണ് അല്ലെ. അതിന് കറസ്പോണ്ടിങ് ഉള്ള
ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബി ആണ് അല്ലെ. ഓൾസോ എക്സ് എ ഈക്വൽസ് 1. എക്സ് എ ഈക്വൽസ് 1 എന്ന് പറയുമ്പോൾ എക്സയുടെ മാക്സിമം വാല്യൂ 1 കറസ്പോണ്ടിങ് ടു ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ എ. ഓക്കെ, സോ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്. ടി എക്സ് എനെ നമ്മൾ ബബിൾ പോയിന്റ് കർവ് എന്നും പറയും, ടി വൈ എനെ നമ്മൾ ഡ്യൂ പോയിന്റ് കർവ് എന്നും പറയും. ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ ഡയഗ്രാം ആണ് ആൻഡ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ഡിസ്റ്റിലേഷൻ കാൽക്കുലേഷൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ അപ്പുറത്ത് ഡയഗ്രാമാറ്റിക്കലി നമ്മൾ കണ്ടത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ടി എക്സ് വൈ ഡയഗ്രാം. ഓക്കെ, ടി എക്സ് വൈ ഡയഗ്രാം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, എക്സ് എ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ടി ബി ആൻഡ് എക്സ് എ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ടി എ. ഓക്കെ, ആൻഡ് ബബിൾ പോയിന്റ് കർവ് ആൻഡ് ഡ്യൂ പോയിന്റ് കർവ് രണ്ടും മനസ്സിലായല്ലോ. ടി എക്സ് എ ബബിൾ പോയിന്റ് കർവ്, അതായത് ബബിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബബിൾ ഉണ്ടാവുന്ന കർവ് ആണ് ടി എക്സ് എ. ഇനി ടി വൈ എ എന്ന് പറയുന്ന വൈ വേപ്പർ ഫേസ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് തിരിച്ച് കണ്ടൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ ഡ്യൂ, അതിനെയാണ് ഡ്യൂ പോയിന്റ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബബിൾ പോയിന്റിന്റെയും ഡ്യൂ പോയിന്റിന്റെയും ഒരു 2-3 മേജർ ഡിഫറൻസസ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ബബിൾ ഉണ്ടാവുന്ന വേപ്പറിന്റെ ഫസ്റ്റ് ബബിൾ ഓഫ് വേപ്പർ ഉണ്ടാവുന്നതാണ് ബബിൾ പോയിന്റ്. അപ്പോൾ അത് കറസ്പോണ്ടിങ്സ് ടു ടി എക്സ് എ അല്ലെ. ആൻഡ് ഫസ്റ്റ് ഡ്യൂ തിരിച്ച് നമ്മൾ കണ്ടൻസേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡ്യൂ ഉണ്ടാവുന്നതാണ് ടി വൈ എ കർവിലെ ഫസ്റ്റ് ഡ്യൂ ഉണ്ടാവുന്നതാണ് ഡ്യൂ പോയിന്റ്. ഓക്കെ, ഇനി ഫസ്റ്റ് ബബിൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ വേപ്പറൈസേഷൻ ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് ഡ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ കണ്ടൻസേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോണം. ആൻഡ് ഇറ്റ് ബബിൾ പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ഫേസ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡ്യൂ പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ സ്റ്റേറ്റ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫ്ലാഷ് വേപ്പറൈസേഷൻ ആണ്. അത് ഫ്ലാഷ് വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലിക്വിഡ് സ്ട്രീമിനെ നമ്മൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു വാൽവിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യും. പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അപ്പോൾ വേപ്പറൈസേഷൻ നടക്കും അല്ലെ. ആ വേപ്പറൈസേഷൻ വഴി ഉണ്ടാവുന്ന പ്രോഡക്ട്സിനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് സെപ്പറേറ്ററിലൂടെ എന്താ പറയാ പാസ് ചെയ്തതിനു ശേഷം നമുക്ക് ഡിസ്റ്റിലേറ്റും റെസിഡ്യൂവുമായിട്ട് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് എഫ് ഫ്രാക്ഷൻ ഓഫ് ഫീഡ് വേപ്പറൈസ്ഡ് ആണ്, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഡിസ്റ്റിലേറ്റ് കിട്ടുന്നത്, ഇല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റിലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഫ്രാക്ഷൻ ഓഫ് ഫീഡ് ആണ് വേപ്പറൈസ് ചെയ്യേണ്ടത്. സോ അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് വേപ്പറൈസേഷനിൽ കണ്ടുവരുന്നത്. ഓക്കെ, ഇവിടുത്തെ കാൽക്കുലേഷൻ എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് ഫീഡ് വേപ്പറൈസ്ഡ് ആണ്. ഓക്കെ, ഫ്രാക്ഷൻ ഓഫ് ഫീഡ് വേപ്പറൈസ്ഡ് ആണ് എഫ്. ഇനി എക്സ് ഡബ്ല്യുവും വൈ ഡിയും എന്ന് പറയുന്നത് നമ്മുടെ കമ്പോണന്റ് എയുടെ ഡിസ്റ്റിലേറ്റിലും റെസിഡ്യൂലും ഉള്ള മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അതായത് നമ്മുടെ പ്രോഡക്റ്റ് സെപ്പറേറ്റർ വഴി നമുക്ക് കിട്ടുന്ന ഡിസ്റ്റിലേറ്റും റെസിഡ്യൂലും കമ്പോണന്റ് എ എത്ര ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കമ്പോണന്റ് എ ഇൻ ഫീഡ് അതെന്ന് പറയുന്നത് എക്സ് എഫ് ഈക്വൽസ് കമ്പോണന്റ് എ ഇൻ ലിക്വിഡ് പ്രോഡക്റ്റ്, അതായത് ഫ്രാക്ഷൻ ഓഫ് ഫീഡ് വേപ്പറൈസ്ഡ് ഇൻ ടു കമ്പോണന്റ് എ പ്ലസ് ഇവിടെ എഫ് ഉണ്ട് പ്ലസ് 1 മൈനസ് എഫ് ആയിരിക്കും എവിടെ പോകുന്നത്? ഡിസ്റ്റിലേറ്റിൽ പോകുന്നത്. സോ അതാണ് ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 9. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എത്രയാണ് നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് ഫീഡ് വേപ്പറൈസ്ഡ് ഫോർ ഗെറ്റിംഗ് വൈ ഡി ഡിസ്റ്റിലേറ്റ് ആൻഡ് എക്സ് ഡബ്ല്യു ആസ് റെസിഡ്യൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ നമ്പർ 10 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇക്വേഷൻ നമ്പർ 9 ഓർത്തിരുന്നാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 10 അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫ്ലാഷ് വേപ്പറൈസേഷനിൽ കണ്ടുവരുന്നത്. ഈസി പ്രോബ്ലംസ് ആണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. ഓക്കെ, നെക്സ്റ്റ് നോൺ ഐഡിയൽ ബിഹേവിയർ ഓഫ് സൊല്യൂഷൻസ് ആണ്. നമുക്കറിയാം കമ്പോണൻസ് ഇൻ ആൻ ഐഡിയൽ സൊല്യൂഷൻ ഒബേ റോൾസ് ലോ ഓവർ ഫുൾ കോൺസെൻട്രേഷൻ റേഞ്ച് അല്ലെ. അപ്പോൾ സൊല്യൂഷൻസ് ഐഡിയൽ ആവണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പോണൻസ് കെമിക്കലി സിമിലർ ആയിരിക്കണം, അതുപോലെ തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ കുറച്ച് സിസ്റ്റംസ് മാത്രമേ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഐഡിയൽ ബിഹേവിയർ കാണിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ നോൺ ഐഡിയൽ ബിഹേവിയർ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഡീവിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡിസിമിലർ മോളിക്യൂൾസ് ആയിരിക്കും അല്ലെ, കെമിക്കലി സിമിലർ മോളിക്യൂൾസ് ആയിരിക്കില്ല. ആൻഡ് ആ ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് മോളിക്കുലർ സ്ട്രക്ചറിലെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റിലെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനത്തെ സൊല്യൂഷൻസിന് പാർഷ്യൽ പ്രഷർ അഗെയിൻസ്റ്റ് ലിക്വിഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ
PXY ഡയഗ്രാം ഉണ്ടല്ലോ, അപ്പൊ അതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ പാർഷ്യൽ പ്രഷർ കർവ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നി മേളില് അല്ലെങ്കിൽ താഴെ കിടക്കുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഒന്നി അപ്സൈഡ് ആയിരിക്കും അതിന്റെ കർവ്, ഇല്ലെങ്കിൽ ഡൗൺ സൈഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇസ് ഗിവൺ ബൈ റോൾസ് ലോ ആണ് എങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും ഫ്രം ഐഡിയാലിറ്റി. ആൻഡ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് റോൾസ് ലോ തരുന്നതിനെക്കാട്ടിലും കുറവാണ് എങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയാലിറ്റി എന്ന് പറയും. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ആൻഡ് ടോട്ടൽ പ്രഷർ വേഴ്സസ് ലിക്വിഡ് കോമ്പോസിഷൻ, അതായത് നമ്മുടെ ടോട്ടൽ പി എക്സ് എ എന്ന് പറയുന്നതും ഓൾസോ നമുക്ക് ഐഡൽ ഗ്യാസിന്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ. അതും വിൽ ബി എബവ് ഓർ ബിലോ the Rolle's law line depending upon whether the solution exhibits a positive deviation or negative deviation. Okay, അപ്പോൾ ഇത് നമ്മൾ PXY ഡയഗ്രാം, നമ്മൾ PXY ഡയഗ്രാം തിയറി പഠിച്ചപ്പോൾ കണ്ടതാണ്. PXY ഡയഗ്രത്തിൽ നമുക്ക് P വേഴ്സസ് എക്സ് എയും P വേഴ്സസ് വൈ എയും ടോട്ടൽ P വേഴ്സസ് എക്സ് എയും നമുക്ക് എന്താണ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ P വേഴ്സസ് വൈ എ നമുക്ക് കർവ്ഡ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നത് ഐഡിയലിന്റെ കേസിൽ. അപ്പോൾ നോൺ ഐഡിയലിന്റെ കേസിൽ ഇതെല്ലാം എന്തായിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ റോൾസ് ലോയിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് അത് ടോപ്പിലും ബോട്ടത്തിലും, അതായത് റോൾസ് ലോന്റെ ലൈനിന്റെ ടോപ്പിലായിരിക്കാൻ കിടക്കുന്നത്, റോൾസ് ലോ ലൈനിന്റെ ബോട്ടത്തിലായിരിക്കാൻ കിടക്കുന്നത്. ഓക്കെ, ഇതാണ് PXY curves ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ സൊല്യൂഷൻസിലാണ് എങ്കിൽ പാർഷ്യൽ പ്രഷർ വേഴ്സസ് എക്സ് എയും പാർഷ്യൽ പ്രഷർ വേഴ്സസ് വൈ എ, ഓൾസോ ടോട്ടൽ പ്രഷർ വേഴ്സസ് എക്സ് എ, ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, പക്ഷേ നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ ഇറ്റ് ലൈസ് എബവ് ഓർ ബിലോ ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയാലിറ്റി ഓർ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയാലിറ്റി. Henry's law. Next one is Henry's law. Henry's law states that partial pressure of a component over a liquid solution, ഒരു ലിക്വിഡ് സൊല്യൂഷന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് കമ്പോണന്റ് ആയിരിക്കും. ഓക്കെ, ആ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടറിനെയാണ് നമ്മൾ ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. ആൻഡ് ഇൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ദ സൊല്യൂട്ട് ഒബേസ് ഹെൻറീസ് ലോ ആൻഡ് റോൾസ് ലോ. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷനിലാണ് എങ്കിൽ ആ അതിലുണ്ടാവുന്ന സൊല്യൂട്ട് എന്ന് വെച്ചാൽ അതിലുണ്ടാവുന്ന നമ്മുടെ കമ്പോണന്റ് ഹെൻറീസ് ലോയും റോൾസ് ലോയും ഒബേ ചെയ്യുന്നതായിരിക്കും. വേപ്പർ പ്രഷർ ഓഫ് ഇമ്മിസിബിൾ സിസ്റ്റംസ്, അതായത് ഒരു സിസ്റ്റത്തില് എയും ബിയും ഇമ്മിസിബിൾ ആയിട്ട് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും ബി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലും ഈ ടോട്ടൽ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യുമല്ലോ. എയും ബിയും സെപ്പറേറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഓരോന്നിന്റെയും ടോട്ടൽ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ആയിരിക്കും ഈ നമ്മുടെ A+B കേസിലും എയും ഫുൾ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും, ബിയും ആ കമ്പോണന്റ് ഫുൾ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും ടുവേർഡ്സ് ഇറ്റ്സ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, ഇനി വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ആസ് ഇഫ് ഇറ്റ് ഈസ് ഓക്കറിംഗ് ഫ്രം എ പ്യുവർ ലിക്വിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് എക്സേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും അവര് ഒരു സിസ്റ്റത്തിൽ ഇമ്മിസിബിൾ ആയിട്ടിരിക്കുമ്പോൾ എക്സേർട്ട് ചെയ്യുന്നത്. The boiling point of a vapor of immiscible liquids is lower than the boiling point of its components. അത് പ്രത്യേകം നോട്ട് ചെയ്തതാണ്. ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ബോയിലിംഗ് പോയിന്റ് ഓഫ് 1, ഇത് 2. അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഓഫ് 1 വിൽ ബി ലെസ് ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് 2. സെപ്പറേറ്റ് ആയിട്ട് എക്സേർട്ട് ചെയ്യുന്ന ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കുറവായിരിക്കും അവർ ഇമ്മിസിബിൾ സിസ്റ്റത്തിൽ അവർ രണ്ടുപേരും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇമ്മിസിബിൾ സിസ്റ്റത്തിന്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോണം. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ആൻ ഇമ്മിസിബിൾ ലിക്വിഡ് ബോയിൽസ് ഇസ് കോൾഡ് 3-phase ടെമ്പറേച്ചർ. കാരണം എന്ന് വെച്ചാൽ അവിടെ 2 ലിക്വിഡ് ഫേസും ഉണ്ട്, അവരുടെ ആ 2 പേരുടെയും കൂടെ വേപ്പർ ഫേസും ഉണ്ട്. അപ്പൊ ആ 3 phases exist in coexist in equilibrium, and that phase is known as 3-phase temperature. Okay, the presence of non-volatile solutes. ഇപ്പൊ നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് വേപ്പർ ഫേസിലേക്ക് പോകാത്ത സൊല്യൂട്ട് നമ്മുടെ സൊല്യൂഷനിൽ ഉണ്ട് എങ്കിൽ ദാറ്റ് വിൽ ലോവർ ദ വേപ്പർ പ്രഷർ ഓഫ് ദ വോളറ്റൈൽ കമ്പോണൻസ്. വേപ്പർ പ്രഷർ കുറയ്ക്കും എന്ന് പറഞ്ഞാൽ അതായത് ആ വോളറ്റൈൽ കമ്പോണൻസിനെയും വോളറ്റൈൽ ആവാൻ സമ്മതിക്കില്ല, വേപ്പർ പ്രഷർ പെട്ടെന്ന് റീച്ച് ആവില്ല. And raises the boiling point of the solvent. Okay, the difference between the boiling point of solution and the boiling point of pure solvent is called boiling point elevation. So ഇതില് ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, ഓരോ പോയിന്റ്സും വായിച്ച് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പഠിച്ച സെക്ഷനാണ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ഹ്യൂമിഡിറ്റിയും ഹ്യൂമിഡിറ്റി റിലേറ്റഡ് ടേംസും. അപ്പൊ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് വേപ്പർ ആണ് അല്ലെ, ഇൻ ദ വേപ്പർ ഗ്യാസ് മിക്സ്ചർ. ഇനി എയർ വാട്ടർ വേപ്പർ സിസ്റ്റം ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് പെർ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ എയർ. ഓക്കെ, ഓൺ എ മോൾ ബേസിസിൽ നമ്മൾ പറയും, മാസ് ബേസിസിലും പറയും. ഇനി മോൾ ബേസിസിൽ പറയുകയാണെങ്കിൽ മൊളാൽ ഹ്യൂമിഡിറ്റി എന്ന് പറയും. ഓക്കെ, മൊളാൽ ഹ്യൂമിഡിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ വേപ്പർ. എപ്പോഴും വാട്ടർ വേപ്പർ പെർ ഡ്രൈ എയർ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മൊളാൽ ഹ്യൂമിഡിറ്റി പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് പെർ 1 മോൾ ഓഫ് ഡ്രൈ എയർ. ഓക്കെ, ഇനി ഈ ടേംസ് ഒക്കെ നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. അതായത് എയർ വാട്ടർ വേപ്പർ സിസ്റ്റത്തിലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് പെർ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ എയർ. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തേക്കാണ്, മോൾ ബേസിസിലും മാസ് ബേസിസിലും പറയും. മോൾ ബേസിസിലാണെങ്കിൽ മൊളാൽ ഹ്യൂമിഡിറ്റി, മാസ് ബേസിസിലാണെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഓക്കെ, മൊളാൽ ഹ്യൂമിഡിറ്റി ആണ് എങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ വേപ്പർ പെർ മോൾസ് ഓഫ് ഡ്രൈ എയർ. ഓക്കെ, അതിനെ വാട്ടർ വേപ്പറിനെ എ എന്ന് കൊടുക്കും. വാട്ടർ വേപ്പർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. വാട്ടർ വേപ്പറിന് എയും എയറിന് ബി എന്നും കൊടുക്കും. ഓക്കെ, ഇനി NA/NB ഇൻ ടേംസ് ഓഫ് പി പ്രഷറിൽ നമ്മൾ പറയുകയാണെങ്കിൽ PA പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ മൈനസ് പാർഷ്യൽ പ്രഷർ ഓഫ് A. ഓക്കെ, ഇനി ഇഫ് ദ ഗ്യാസ് ഇസ് സാച്ചുറേറ്റഡ് വിത്ത് വേപ്പേഴ്സ്, ഗ്യാസ് വേപ്പർ സാച്ചുറേറ്റഡ് ആണ് എങ്കിൽ നമ്മുടെ y എന്ന് പറയുന്നത് YS എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ ആ ഒരു സബ്സ്ക്രിപ്റ്റ് വരും. ആൻഡ് PAS എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ആയിരിക്കും. ഓക്കെ, പാർഷ്യൽ പ്രഷർ അല്ല, വേപ്പർ പ്രഷർ ആയിരിക്കും. ആൻഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് കിലോഗ്രാംസ്. മാസ് പറയുകയാണെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയും, മോൾസിൽ പറയുകയാണെങ്കിൽ മൊളാൽ ഹ്യൂമിഡിറ്റി എന്ന് പറയും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ മാസ് ഓഫ് വേപ്പർ പ്രസന്റ് പെർ യൂണിറ്റ് മാസ് ഓഫ് വേപ്പർ ഫ്രീ ഗ്യാസ്. ഇല്ലെങ്കിൽ കിലോഗ്രാംസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ കിലോഗ്രാംസ് ഓഫ് മോയ്സ്ചർ പ്രസന്റ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഓക്കെ, അപ്പോൾ Y പ്രൈം അല്ലെങ്കിൽ Y ഡാഷ് എന്ന് പറയുന്നത് MA mass of water vapor divided by mass of dry air. Okay. Similarly, absolute humidity molar humidity കൂടെ റിലേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് Y പ്രൈം വരുന്നത് absolute humidity എന്ന് പറയുമ്പോൾ മാസ് ആണ്, ഇൻ ടേംസ് ഓഫ് മാസ്, ആൻഡ് Y is molar humidity in terms of moles. Okay, അപ്പോൾ absolute humidity is equal to capital Y എന്ന് പറയുന്നത് മാസ് ഓഫ് A by മാസ് ഓഫ് B ആണ് അല്ലെ, ഈക്വൽസ് ഇതിനെ നമുക്ക് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഓഫ് എ ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ബി എന്ന് എഴുതാം. ഇവിടെ ബി ആണ് കേട്ടോ, മോളിക്കുലർ വെയിറ്റ് ഓഫ് എ ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി അബ്സല്യൂട്ട് സാച്ചുറേഷൻ ഹ്യൂമിഡിറ്റി Y പ്രൈം S എന്ന് പറയുന്നത് അറ്റ് സാച്ചുറേഷൻ കണ്ടീഷൻസ് ആണെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പ്രൊവൈഡഡ് PA എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ അല്ല, PAS എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് എ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ വേപ്പർ പ്രഷർ ഓഫ് ബിക്ക് പകരം ടോട്ടൽ പ്രഷർ മൈനസ് വേപ്പർ പ്രഷർ ഓഫ് എ എന്ന് എഴുതാം. ഓക്കെ, ഇനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓർ റിലേറ്റീവ് സാച്ചുറേഷൻ. റിലേറ്റീവ് എന്ന് വരുമ്പോൾ തന്നെ നമ്മൾ പറയണം നമുക്ക് എത്ര വേപ്പർ പ്രഷർ, എത്ര പാർഷ്യൽ പ്രഷർ ആണോ ഉള്ളത് കമ്പയർഡ് ടു ആ ടെമ്പറേച്ചറിലെ വേപ്പർ പ്രഷർ ഇൻറ്റു 100. അതാണ് നമ്മുടെ റിലേറ്റീവ് സാച്ചുറേഷൻ. ഓക്കെ, ഇനി പെർസെൻറ്റേജ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ molar humidity divided by molar humidity at saturation into 100. അത് into 100 means ആ പെർസെൻറ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓർ പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റി ഈ can be defined as ratio of existing humidity to the humidity if gas mixture is saturated with vapor. അതായത് ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ഇക്വേഷന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, NA/NB എന്ന് പറയുമ്പോൾ മൊളാൽ ഹ്യൂമിഡിറ്റി ആണ് അല്ലെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ മൊളാൽ ഹ്യൂമിഡിറ്റി അറ്റ് സാച്ചുറേഷൻ. ഓക്കെ, എക്സിസ്റ്റിംഗ് മൊളാൽ ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ മൊളാൽ ഹ്യൂമിഡിറ്റി അറ്റ് സാച്ചുറേഷൻ എന്ന് വെച്ചാൽ വേപ്പറുമായിട്ട് സാച്ചുറേറ്റഡ് ആണ് എങ്കിലുള്ള മൊളാൽ ഹ്യൂമിഡിറ്റി ആണ് ഡിനോമിനേറ്ററിൽ. ഓക്കെ, ഇനി പെർസെൻറ്റേജ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ മൊളാൽ ഹ്യൂമിഡിറ്റി ബൈ molar humidity at saturation, ഇല്ലെങ്കിൽ absolute humidity by absolute humidity at saturation. ഓക്കെ, അതാണ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് തറോ ആക്കി വെക്കണം. ഇൻ ടേംസ് ഡയറക്റ്റ് പ്രോബ്ലംസ് ആ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമിഡ് ഹീറ്റ്. Humid heat is the amount of heat required to raise the temperature of 1 kilogram of dry gas and the accompanying vapor by 1 degree. അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ഹ്യൂമിഡ് ഹീറ്റ് എന്ന് പറയുമ്പോൾ CS is equal to CB plus Y prime CA.
Y prime is absolute humidity, and Ca is the specific heat of water vapor. Cb is the specific heat of air, അല്ലെങ്കിൽ dry gas. Okay, അപ്പോൾ direct substitutionൽ നമുക്ക് humid heat കണ്ടുപിടിക്കാൻ പറ്റും. Also humid volume. Humid volume എന്ന് പറയുന്നത് it's a volume of 1 kilogram of dry gas and its accompanying vapors. Okay, അപ്പോൾ അതിനും correct ആയിട്ട് equation ഉണ്ട്. സോ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹ്യൂമിഡ് ഹീറ്റിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് കാണാതെ പഠിക്കേണ്ടതാണ്. കാരണം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഗിവൺ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഡ്രൈ ഗ്യാസ് ആൻഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഹ്യൂമിഡ് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ഓൾസോ ഹ്യൂമിഡ് വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വൈ പ്രൈം എന്ന് പറയുന്ന അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആൻഡ് ടി ജി എന്ന് പറയുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പൊ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷനിൽ 8.314 into 1/29 എന്ന് പറയുന്ന മോളിക്കുലർ വെയിറ്റ് ഓഫ് എയർ പ്ലസ് വൈ ഡാഷ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ 18 എന്ന് പറയുന്ന വാട്ടർ വേപ്പറിന്റെ മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു ടി ജി എന്ന് പറയുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ പ്രഷർ ഇൻ കിലോ പാസ്കൽ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഹ്യൂമിഡ് വോളിയം ഇൻ മീറ്റർ ക്യൂബ് പെർ kg ഡ്രൈ എയറിൽ കിട്ടും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്യൂ പോയിന്റ്. ഡ്യൂ പോയിന്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ഇറ്റ് ഇസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ടു വിച്ച് എയർ വാട്ടർ വേപ്പർ മിക്സ്ചർ ക്യാൻ ബി കൂൾഡ് വിത്തൗട്ട് കണ്ടൻസേഷൻ. സോ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് ദ ടെമ്പറേച്ചർ ടു വിച്ച്, അതായത് റിവേഴ്സ് പ്രോസസ് ഓർക്കണം. ഓക്കെ. ലിക്വിഡിനെ ആദ്യം നമ്മൾ വേപ്പർ ആക്കും ബൈ കംപ്രഷൻ ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ആൻഡ് നമ്മൾ തിരിച്ചുള്ള പ്രോസസ് ഓർക്കണം. അപ്പൊ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ, അതായത് ആദ്യം വരുന്ന ടെമ്പറേച്ചർ, ഹയസ്റ്റ് ടെമ്പറേച്ചർ അല്ല, ഇറ്റ്സ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ടു വിച്ച് ആൻ എയർ വാട്ടർ വേപ്പർ മിക്സ്ചർ ക്യാൻ ബി കൂൾഡ് വിത്തൗട്ട് സ്റ്റാർട്ടിംഗ് കണ്ടൻസേഷൻ. ഓക്കെ. അപ്പോൾ അതാണ് ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താണെന്ന് ഉള്ള ഡെഫിനിഷൻ ആണ് നെക്സ്റ്റ്. ടെമ്പറേച്ചർ മെഷേർഡ് വിത്ത് അതായത് നമ്മുടെ എയർ വാട്ടർ വേപ്പർ സിസ്റ്റം ഗ്യാസ് വേപ്പർ മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ ആണ് വിച്ച് ഈസ് മെഷേർഡ് യൂസിങ് an ordinary thermometer immersed in a mixture is called dry bulb temperature. ഇനി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കാണാനുള്ള ആ ഒരു അപ്പറേറ്റസ് ഒക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചതാണ്. ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇസ് എ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ അറ്റൈൻഡ് ബൈ എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ്. അല്ലെ, നമ്മൾ ആ ഒരു വിക്ക് നമ്മൾ ഒരു വെറ്റ് ലിക്വിഡ് ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ആൻ അൺസാച്ചുറേറ്റഡ് എയർ, അല്ലെ, എയർ സ്ട്രീം. അപ്പൊ ആ ഒരു തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന വെറ്റ് ടെമ്പറേച്ചർ ആണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ആൻഡ് ഇറ്റ് ഈസ് സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ് ത്രൂ ദ എൻറ്റയർ പ്രോസസ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് മോയ്സ്ചർ കണ്ടന്റ് ഫ്രം ദ വെറ്റ് ക്ലോത്ത് ടു the unsaturated gas stream. Okay, so ആ ഒരു ടെമ്പറേച്ചറിനാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ is a steady state temperature attained by a small quantity of liquid evaporating into a large quantity of unsaturated gas stream. Okay, ഇനി ആ ഡ്രൈയും വെറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് അഡിയാബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഒരു ക്ലോസ്ഡ് അപ്പാരറ്റസിൽ അഡിയാബാറ്റിക് കണ്ടീഷൻസ് ആണ്. ഓക്കെ. The equilibrium temperature attained by a gas vapor mixture when it is adiabatically humidified in contact with the liquid is known as adiabatic saturation temperature. So ഈ ഒരു ഡെഫിനിഷൻസ് ഒന്ന് ഓർത്ത് വെച്ചോണം. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ആൻഡ് ദ ഡിഫറൻസ് ഇസ് വെറ്റ് ബൾബ് ഡിപ്രഷൻ ആൻഡ് അഡിയാബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഓക്കെ. അഡിയാബാറ്റിക് കണ്ടീഷൻസിലാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതെങ്കിൽ എയർ വാട്ടർ വേപ്പർ മിക്സ്ചറിനെ ഒരു ഹ്യൂമിഡിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അഡിയാബാറ്റിക് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും, ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനെ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ ബാലൻസ് ആണ്. നമ്മൾ ഒരു പ്രോസസ് വിത്തൗട്ട് എനി കെമിക്കൽ റിയാക്ഷൻ നമ്മളൊരു മെറ്റീരിയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഈക്വൽസ് അക്യുമുലേഷൻ. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള മെറ്റീരിയൽ ബാലൻസ്. ഓക്കെ. ഇനി ടൈ എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റീരിയൽ, അതായത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്കൊരു സിസ്റ്റം വരയ്ക്കുമല്ലോ. നമ്മൾ തരുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മളൊരു ക്വസ്റ്റ്യൻ നമുക്ക് തരുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡയഗ്രമാറ്റിക്കലി നമ്മൾ ആദ്യം വരയ്ക്കും, അല്ലെ, ഇൻപുട്ട് എത്രയാണ് ഔട്ട്പുട്ട് എത്രയാണെന്നൊക്കെ വരയ്ക്കും. അപ്പൊ ആ നമ്മുടെ പ്രോസസ് എക്യുപ്മെന്റിൽ വിച്ച് എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ സിസ്റ്റം ഇൻ എ സിംഗിൾ stream and there is no change for that element. അപ്പോൾ അങ്ങനെയുള്ള ഒരു എലമെന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ ടൈ എലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ടൈ എലമെന്റിന്റെ മോൾ മെറ്റീരിയൽ ബാലൻസ് അല്ലെങ്കിൽ മോൾ ബാലൻസ് എടുത്താൽ നമുക്ക് വേണ്ടുന്ന നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രീമിന്റെ ഫ്ലോ റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ടൈ എലമെന്റ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് ഇറ്റ് ഇസ് ദ ടൈ എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ എലമെന്റ് വിച്ച് എൻറ്റേഴ്സ് ദ ലീവ്സ് ദ സിസ്റ്റം without any change.
സോ സ്റ്റഡി സ്റ്റേറ്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അല്ല ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്, അതായത് പ്രഷർ ടെമ്പറേച്ചർ ഒക്കെ ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ അൺസ്റ്റഡി സ്റ്റേറ്റ് പ്രോസസ് എന്ന് പറയും. ഓക്കെ. ബാച്ച് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ ഒരു നമ്മുടെ ഒരു എക്യുപ്മെന്റിനകത്ത് ഇടുന്നു. അത് എല്ലാ പ്രോസസ്സും ചെയ്തതിന് ശേഷം ഒരു സ്പെസിഫിക് ടൈം ഡ്യൂറേഷൻ ഉണ്ടാവും. ആ ടൈം ഡ്യൂറേഷൻ കഴിയുമ്പോൾ നമ്മൾ ബാച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റ് വിഡ്രോ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, ന്യൂ ബാച്ച് വിത്ത് ന്യൂ പ്രോഡക്ട്സ്, ന്യൂ റോ മെറ്റീരിയൽസ്. അപ്പൊ അതിനെ പറയുന്നതാണ് ബാച്ച് എന്ന്. ആൻഡ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ, കണ്ടിന്യൂസ് പ്രോസസ്സിലാണ് എങ്കിൽ കണ്ടിന്യൂസ് വിഡ്രോവൽ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫീഡിങ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. സോ അതാണ് ബാച്ച് ആൻഡ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ. ആൻഡ് ഫോർ കണ്ടിന്യൂസ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് പ്രോസസ് ദ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ ഒന്നും അക്യുമുലേറ്റ് ചെയ്ത് പോകുന്നില്ല, നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ബാച്ച് നിർത്തുന്നില്ല. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മൾ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രോഡക്റ്റ് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ദ അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ 0. സോ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ. Next one is material balance in an evaporator. സോ മെറ്റീരിയൽ ബാലൻസ് ഇൻ ആൻ ഇവാപറേറ്ററിന്റെ തിയറി മാത്രം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇവിടെ നമ്മൾ ട്രിപ്പിൾ എഫക്റ്റ് ഇവാപറേറ്റർ ആണ് പറയുന്നത്. ഇവിടെ ഫീഡ് ആണ്. ഫീഡ് എന്ന് പറയുന്നത് എഫ് ആണ്. ആൻഡ് എഫിന്റെ ഫസ്റ്റ് ഫീഡിൽ കയറുന്നതാണ് ഇത്. സ്റ്റീം നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്റ്റീം വെച്ചാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്, അതായത് വേപ്പറൈസേഷൻ നടക്കുന്നത്, എന്നിട്ട് നമുക്ക് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ കിട്ടുന്നത്. സോ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഇവിടുന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുറച്ച് ലിക്വിഡ് കിട്ടും. ആ ലിക്വിഡിനെ നമ്മൾ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് എഫക്റ്റിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലസ് ഇവിടുന്ന് നമ്മൾ വേപ്പറൈസ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യാതെ സെക്കൻഡ് എഫക്റ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് എഫക്റ്റിലേക്ക് കയറുന്ന ലിക്വിഡിനെ ഹീറ്റ് ചെയ്യാൻ V1 മതിയാവും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വീണ്ടും V2 L2 വരുന്നു. വീണ്ടും ഒരു എഫക്റ്റ് കൂടെ കൊണ്ടുവന്നാൽ നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും, തിക്ക് ലിക്കറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും. സോ അങ്ങനെ കിട്ടുന്ന V1, V2, V3 ഓൾസോ നമ്മുടെ ഫീഡ് എഫ് ഫ്രം ഫസ്റ്റ് എഫക്റ്റിൽ നിന്ന് L1, സെക്കൻഡ് എഫക്റ്റിൽ നിന്ന് L2, തേർഡ് എഫക്റ്റിൽ നിന്ന് L3. ഓക്കെ, സോ ഇതിന്റെ ബാലൻസസ് അറൌണ്ട് ദ ഓരോ ഇവാപറേറ്റേഴ്സ് ആണ് നമ്മുടെ നമുക്ക് എന്താ പറയാ നമ്മുടെ ഡിസൈർഡ് ആയിട്ടുള്ള സ്ട്രീമിന്റെ മാസ് തരുന്നത്. ഓക്കെ, മെറ്റീരിയൽ ബാലൻസസ് ആണ്. സിംഗിൾ എഫക്റ്റിന് നമുക്കറിയാം, ഒരു സിംഗിൾ എഫക്റ്റിന് ഇവിടെ എഫ് XF മോൾ ഫ്രാക്ഷൻ, ടോപ്പിൽ നിന്ന് V1, ബോട്ടത്തിൽ നിന്ന് L1 X1. ഓക്കെ, സോ ഇതിന്റെ നമുക്കറിയാം ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ F is equal to V1 പ്ലസ് ഓവറോൾ ബാലൻസ് L1 ആയിരിക്കും. ആൻഡ് സൊല്യൂട്ട് ബാലൻസ് എന്ന് പറയുമ്പോൾ F into XF ഈക്വൽസ് പേപ്പറിൽ സൊല്യൂട്ട് ഒന്നും പോകുന്നില്ല, ലിക്വിഡ് സോൾവെന്റ് മാത്രം, ലിക്വിഡ് മാത്രമേ ഇവാപറൈസ് ആയി പോകുന്നുള്ളൂ. സോ സോൾവെന്റ് എല്ലാം നമ്മുടെ ലിക്വിഡിൽ ഉണ്ടാവും. സോ FXF is equal to L1 into X1. ആൻഡ് ട്രിപ്പിൾ എഫക്റ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ് എങ്കിൽ ഓവറോൾ ബാലൻസ് ഈക്വൽസ് overall balance equals V1 plus V2 plus V3 plus L3. Okay, L3 ഇത്രയും വരും ഓവറോൾ ബാലൻസ്. ആൻഡ് ഓവറോൾ സൊല്യൂട്ട് ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം F into XF. F into XF എന്ന് വെച്ചാൽ ഫസ്റ്റിൽ കയറുന്നതാണ്. L is equal to L3 into X3. L3 into X3 എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ എഫക്റ്റിലെ ലാസ്റ്റ് എഫക്റ്റിന്റെ ബോട്ടത്തിൽ നിന്ന് കിട്ടുന്ന തിക്ക് ലിക്കർ, അതായത് കോൺസെൻട്രേറ്റഡ് ലിക്കറിന്റെയും X3 എന്ന് പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സൊല്യൂട്ടും ആണ്. ഓക്കെ, ഇനി സൊല്യൂട്ട് ബാലൻസസ് ഫോർ ഈച്ച് എഫക്റ്റ്. ഫസ്റ്റ് എഫക്റ്റിന്റെ FXF ഇറ്റ് ഈസ് ഈക്വൽ ടു L1 into X1. സെക്കൻഡ് എഫക്റ്റിന്റേത് ഫസ്റ്റ് എഫക്റ്റിന്റെ ലിക്വിഡ് ആണ്, സെക്കൻഡ് എഫക്റ്റിന്റെ ഫീഡ് ആയിട്ട് കയറുന്നത്. സോ L1 X1 is equal to L2 X2 ആൻഡ് L2 ആണ് തേർഡ് എഫക്റ്റിൽ ഫീഡ് ആയിട്ട് കയറുന്നത്. സോ തേർഡ് എഫക്റ്റിൽ L2 X2 ഈക്വൽസ് L3 X3. ഓക്കെ, ഇനി ടോട്ടൽ മെറ്റീരിയൽ ബാലൻസ് ആണ് എങ്കിൽ ഓരോന്നിന്റെ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് എഫക്റ്റിൽ F is equal to V1 plus L1. ഇനി സെക്കൻഡ് എഫക്റ്റിൽ L1 ആണ് കയറുന്നത്, L1 is equal to V2 plus L2. ആ L2 ആണ് തേർഡ് എഫക്റ്റിൽ കയറുന്നത്, L2 is equal to V3 plus L3. സോ ട്രിപ്പിൾ എഫക്റ്റിന്റെ ഓവറോൾ ബാലൻസ് എന്ന് പറയുന്നത് F is equal to V1 plus V2 plus V3 plus ലാസ്റ്റ് എഫക്റ്റിന്റെ തിക്ക് ലിക്കർ L3. ഓക്കെ, തിയോറിറ്റിക്കൽ ആൻഡ് എക്സസ് ഓക്സിജൻ. തിയോറിറ്റിക്കൽ ഓക്സിജൻ എന്ന് പറയുന്നത്
നമുക്ക് എല്ലാ കാർബണും കാർബൺ ഡയോക്സൈഡ് ആക്കാനും എല്ലാ ഹൈഡ്രജൻ വാട്ടർ ആക്കാനും വേണ്ടുന്ന കറക്റ്റ് റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്കെ, ഓക്സിജൻ റിക്വയർഡ് ഫോർ കമ്പഷൻ നമ്മൾ എയറിലൂടെ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡയഗ്രമാറ്റിക്കലി നമ്മുടെ പ്രോബ്ലം റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫ്യൂവൽ പ്ലസ് നമ്മളൊരു സപ്ലൈ എയർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഫോർ കംപ്ലീറ്റ് കമ്പഷൻ. To ensure complete combustion, usually more air is supplied than what is needed theoretically. If there is no adequate supply of air, നമുക്ക് incomplete combustion ആണ് റിസൾട്ട്. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഫ്യൂവൽ ഗ്യാസിൽ ഉണ്ടാവും അല്ലെ, ആൻഡ് ഫ്രീ ഹൈഡ്രജൻ ഉണ്ടാവും. ഫ്രീ ഹൈഡ്രജൻ വിച്ച് ഇസ് നോട്ട് കൺവേർട്ടഡ് ടു വാട്ടർ ബിക്കോസ് ഓഫ് ദ inadequate supply of oxygen. Okay, ഇനി excess oxygen എന്ന് പറയുന്നത് ഇറ്റ്സ് oxygen furnished through air in excess of the theoretical requirement of oxygen for the combustion. It is usually expressed as percent excess oxygen. Okay, percent excess oxygen എന്ന് പറയുന്നത് percent excess air എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി percent excess oxygen എന്ന് പറയുന്നത് എയർ സപ്ലൈഡ് ചെയ്തത് എത്രയാണോ അതിൽ നിന്ന് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഓക്സിജൻ മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ പെർസെന്റ് എക്സസ് ഓക്സിജൻ എന്ന് പറയുന്നത്. പെർസെന്റേജ് ആകുമ്പോഴത്തേനും ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഓക്സിജനും കാണും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ പെർസെന്റേജ് എക്സസ് ഓക്സിജൻ. നെക്സ്റ്റ് വൺ ഈസ് അനാലിസിസ്. ഫസ്റ്റ് വൺ ഓർസാറ്റ് അനാലിസിസ്. ഓർസാറ്റ് അനാലിസിസിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഇതിന്റെ എല്ലാം അനാലിസിസ് ആണ് ഓർസാറ്റിൽ ചെയ്യുന്നത് ഓൺ എ ഡ്രൈ ബേസിസ്. അതായത് മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ ഓർസാറ്റ് അനാലിസിസിൽ ചെയ്യുന്നില്ല. ഇനി പ്രോക്സിമേറ്റ് അനാലിസിസ് ഓഫ് കോൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഓഫ് കോൾ സച്ച് ആസ് മോയ്സ്ചർ കണ്ടന്റ്, വോളറ്റൈൽ കമ്പസ്റ്റബിൾ മാറ്റർ, ആഷ് ആൻഡ് ഫിക്സഡ് കാർബൺ, ഇത്രയും ആണ് നമ്മൾ പ്രോക്സിമേറ്റ് അനാലിസിസിൽ ചെയ്യുന്നത്. അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ എലമെന്റ്സിന് വേണ്ടി ചെയ്യുന്ന അനാലിസിസ് ആണ്, സച്ച് ആസ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ ആൻഡ് ആഷ്. ഇത്രയും എലമെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ കോൾ അനാലിസിസ് ചെയ്യുന്നതാണ് അൾട്ടിമേറ്റ് അനാലിസിസ്. Coal analysis for moisture content, volatile combustible matter, ash and fixed carbon will come under proximate analysis. And ORSAT analysis എന്ന് പറയുമ്പോൾ dry basisലാണ് moisture content. ORSAT analysis is not taken into account. Okay. Question number 1. When will the molecules escape from liquid to vapor state? A. When intermolecular attraction decreases. B. The particles gain high energy. C. By heating the fluid. And D. All the above. നമ്മൾ വേപ്പർ പ്രഷർ സെക്ഷനിൽ പറഞ്ഞതാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നത് ഹൈ മൊമെന്റം അല്ലെങ്കിൽ ഹൈ എനർജി ഗെയിൻ ചെയ്തിട്ട്, അതായത് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ മോളിക്യൂൾസ് മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. അട്രാക്ഷൻ കുറഞ്ഞിട്ട് മോളിക്യൂൾസ്, ചില മോളിക്യൂൾസ് ഹൈ എനർജി അല്ലെങ്കിൽ ഹൈ മൊമെന്റം ഗെയിൻ ചെയ്തിട്ട് അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും അല്ലെ. അപ്പോൾ ഓൾ ദ എബവ് ആണ് ആൻസർ. വിച്ച് ഈസ് എ സർഫസ് ഫിനോമിനൻ? ബോയിലിംഗ്, ഇവാപറേഷൻ, ഹീറ്റിംഗ്. നമ്മൾ വേപ്പർ പ്രഷറിൽ ബോയിലിങ്ങിനെ പറ്റി പഠിച്ചപ്പോൾ ഒരു കണ്ടെയ്നറിലുള്ള ഒരു ലിക്വിഡിന് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ, അതായത് ബോയിലിംഗ് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ ടെമ്പറേച്ചർ കൊടുക്കുന്നതും, അതായത് ലിക്വിഡ് ഹീറ്റ് ആവുന്നതും അതുപോലെ തന്നെ ബോയിലിംഗ് എന്ന പ്രോസസ്സും ദ എൻറ്റയർ ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ എൻറ്റയർ ലിക്വിഡിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഹൈ എനർജി ഗെയിൻ ചെയ്ത മോളിക്യൂൾസ് ഒക്കെ ലിക്വിഡിന്റെ സർഫസിൽ നിന്ന് വേപ്പറിലേക്ക് പോകുന്നുണ്ട്. അതാണ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപറേഷൻ. സോ ഇവാപറേഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനൻ ആണ് വിച്ച് ഒക്കേഴ്സ് ഫ്രം ദ ലിക്വിഡ് സർഫസ്. ഓക്കെ, വിച്ച് വൺ പ്രെഡിക്ട്സ് ദ ഡിപെൻഡൻസി ഓഫ് വേപ്പർ പ്രഷർ ഓൺ ടെമ്പറേച്ചർ? വേപ്പർ പ്രഷർ ഓൺ ടെമ്പറേച്ചർ നമുക്കറിയാം, ഡോൾട്ടൺസ് ലോ എന്ന് പറയുന്നത് ഡോൾട്ടൺസ് ലോ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഇസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ആൻഡ് റോൾസ് ലോ നമുക്കറിയാം, പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു XI മോൾ ഫ്രാക്ഷൻ ഇൻറ്റു വേപ്പർ പ്രഷർ. ആൻഡ് ക്ലാപ്പറൻ ഇക്വേഷൻ നമ്മൾ അതുപോലെ തന്നെ ക്ലോഷ്യസ് ക്ലാപ്പറൻ ഇക്വേഷൻ ആൻഡ് ആന്റോൺ ഇക്വേഷൻ. അപ്പൊ ആ 3 കോറിലേഷൻ ആണ് വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഡിപെൻഡൻസി കോറിലേഷൻസ്. ഓക്കെ, സോ ക്ലാപ്പറൻ ഇക്വേഷൻ ഇസ് ദ ആൻസർ. Koch chart represents equal pressure plots, equal temperature plots, equal humidity plots. Koch chart and During's lines നമ്മൾ വേപ്പർ പ്രഷർ കോറിലേഷൻസിൽ വരുന്നതാണ്. വെൻ ദ ഹൈ പ്രഷർ കണ്ടീഷൻസിൽ നമ്മുടെ ആ ഒരു ലിക്വിഡിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ വോളിയം ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ വോളിയം ഓഫ് വേപ്പർ. സോ നമ്മൾ കോറിലേഷൻസിൽ നമുക്ക് 3 കോറിലേഷൻ ഉണ്ട്. അപ്പൊ അത്
കറക്റ്റ് കോറിലേഷൻസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ ആയിരിക്കില്ല കിട്ടുന്നത്. സോ നമ്മൾ ചാർട്ട്സ് ആണ് നോക്കുന്നത്. ആദ്യത്തേത് കോക്സ് ചാർട്ട്. ആൻഡ് കോക്സ് ചാർട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടെമ്പറേച്ചർ പ്ലോട്ട്സ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരു റെഫറൻസ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ എക്സ് ആക്സിസിലും ലോഗ് വേപ്പർ പ്രഷർ, അതായത് ലോഗ് ഓഫ് വേപ്പർ പ്രഷർ വൈ ആക്സിസിലും ആണ് എടുക്കുന്നത് കോക്സ് ചാർട്ടിൽ. ആൻഡ് ഈക്വൽ പ്രഷർ പ്ലോട്ട്സിന് നമ്മൾ പറയുന്നത് ഡ്യൂറിങ് സ്ലൈഡ്സ് എന്നാണ്. ഓക്കെ, according to Rolle's law, vapor pressure of a component in solution is directly proportional to its concentration. Direct question ആണ് അല്ലേ? The temperature at which the first drop of condensate is formed is known as dew point temperature. Okay, and boiling point എന്ന് പറയുന്നത് ഒരു bulk phenomenon ആണ്. And bubble point എന്ന് പറയുന്നത് the first drop of vapor formed ആണ്. Okay, അവിടെ ബബിൾ പോയിന്റിലെ കേസിൽ ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് ലിക്വിഡ് ടു വേപ്പർ ആണെങ്കിൽ ഡ്യൂ പോയിന്റിന്റെ ഫേസ് ചേഞ്ച് വേപ്പർ ടു ലിക്വിഡ് ആണ്. ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ ഡയഗ്രാം ഇസ് നോൺ ആസ് ബോയിലിംഗ് പോയിന്റ് ഡയഗ്രാം, ബബിൾ പോയിന്റ് ഡയഗ്രാം ഓർ കോൺസെൻട്രേഷൻ ഡയഗ്രാം. ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ TXY ഡയഗ്രാം ഇസ് നോൺ ആസ് TXY ഡയഗ്രാം. എന്താണ് T എന്ന് പറയുന്നത് വൈ ആക്സിസിലും XYയും X and Y, അതായത് ലിക്വിഡ് ആൻഡ് വേപ്പർ മോൾ ഫ്രാക്ഷൻ കോമ്പോസിഷൻ വിൽ ബി ടേക്കൺ ഇൻ X ആക്സിസ്. സോ അത് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഡയഗ്രാം ആണ്. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ ഡിസൈൻ ഓഫ് ഡിസ്റ്റിലേഷൻ കോളംസ്. The process in which a liquid mixture is vaporized to produce liquid and vapor which are in equilibrium. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഫ്ലാഷ് വേപ്പറൈസേഷൻ അല്ലെ. നമ്മൾ ഒരു ഫ്ലാഷ് വേപ്പറൈസേഷനിൽ ഒരു ഫീഡിനെ നമ്മൾ ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നു ത്രൂ ആ ഹീറ്റ് എക്സ്ചേഞ്ചർ. ദെൻ അതിന്റെ പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ത്രൂ ആ ത്രോട്ട്ലിംഗ് വാൽവ് അല്ലെ. അതിനുശേഷം നമ്മൾ അപ്പോൾ അത് വേപ്പറൈസ് ആയി പോകും. അപ്പോൾ ഒരു ഫീഡിന്റെ ഒരു പോർഷൻ വേപ്പറൈസ് ആവുകയും ചെയ്യും, ബാക്കി ലിക്വിഡ് ആയിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യും. സോ അത് നമ്മൾ ഒരു പ്രോഡക്റ്റ് സെപ്പറേറ്ററിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് റെസിഡ്യൂ ആൻഡ് ഡിസ്റ്റിലേറ്റ് കിട്ടുന്നത്. സോ നമ്മൾ അത് കവർ ചെയ്തത് ഫ്ലാഷ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. ഓക്കെ, ഓക്കെ, ഇതും എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ലൈൻ വിച്ച് കണക്ട്സ് ദ ഇക്വിലിബ്രിയം ലിക്വിഡ് ആൻഡ് വേപ്പർ കോൺസെൻട്രേഷൻ. സോ നമ്മുടെ ഗ്രാഫില് ഏതൊരു പോയിന്റ് എടുത്താലും ആ ലിക്വിഡ് ആൻഡ് വേപ്പറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിലുള്ള കോമ്പോസിഷൻസ് ഒക്കെ ലിക്വിഡിന്റെയും വേപ്പറിന്റെയും കോമ്പോസിഷൻസ് ഒക്കെ ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ ആ ലൈനിനെ പറയുന്ന പേരാണ് ടൈ ലൈൻ. Which of the following is the Closius-Clapeyron equation? Okay, Closius-Clapeyron equation നമുക്കറിയാം. Which of the following? Okay, Closius-Clapeyron equation നമുക്കറിയാം. Two vapor pressures ഉണ്ടാവും at two different temperatures അല്ലേ. So equation 3 is the answer. Option C is the answer. Log P by P0 അല്ലെങ്കിൽ P0 equals latent heat of vaporization lambda divided by universal gas constant into 1 by T0 minus 1 by T. Okay, ഇതും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. The elevation in boiling point of a solution is proportional to its concentration. Okay, a saturated vapor on being compressed would condense, form wet steam, both A and B, none of the above. സോ നമ്മൾ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം പഠിച്ചത് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. അതിൽ നമ്മൾ ABC ആൻഡ് CBA അല്ലെ, പ്രഷർ കംപ്രസ് ചെയ്ത് ABC കൂൾഡ് ലിക്വിഡ് ആക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. സോ കണ്ടൻസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ വെറ്റ് സ്റ്റീം ആക്കാനും പറ്റും. ഓക്കെ, applicability of Closius-Clapeyron equation is subject to the condition that the vapor follows ideal gas law, volume of liquid state is negligible, both A and B, neither A nor B. സോ നമ്മൾ Closius-Clapeyron ഇക്വേഷന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന അസംഷൻസിലെ രണ്ട് അസംഷൻസ് ആണ്. ഓപ്ഷൻ എ, വേപ്പർ ഫോളോസ് ഐഡിയൽ ഗ്യാസ് ലോ അല്ലെ. ഓൾസോ ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ നമ്മുടെ വോളിയം ചേഞ്ച് ഡ്യൂറിങ് VG മൈനസ് VL, വോളിയം ചേഞ്ച് ഡ്യൂറിങ് ഫേസ് ചേഞ്ച്. അപ്പോൾ VL നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുക്കുന്നത്. വി ആർ കൺസിഡറിങ് നെഗ്ലിജിബിൾ liquid volume. Okay, so also the gas behaves ideally. So ആ മൂന്ന് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ Closius-Clapeyron equation ഡിറൈവ് ചെയ്യുന്നത്. So the answer is option C. A vapor whose partial pressure is less than its equilibrium vapor pressure is called, നമുക്കറിയാം, സാച്ചുറേറ്റഡ് ആണോ, സൂപ്പർ ഹീറ്റഡ് ആണോ, അൺസാച്ചുറേറ്റഡ് ആണോ, ഡ്രൈ ഗേഷ്യസ് ആണോ. ഈ ഒരു ഇതിലും നമ്മൾ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം ഓർമ്മ വേണം.
പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം. ഇതിൽ നമ്മൾ ഫേസ് ചേഞ്ചും ഓൾസോ നമ്മൾ ഒരു ലിക്വിഡിനെ അല്ലെങ്കിൽ ഒരു ഗ്യാഷ്യസ് അല്ല വേപ്പർ സ്റ്റേജിലുള്ള ഒരു വേപ്പറിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതായത് നമ്മൾ പ്രഷർ കൂട്ടുകയാണ്. അപ്പൊ അതിൽ നമ്മൾ സബ്കൂൾ ലിക്വിഡ് ആകുന്ന ആ ഒരു ഗ്രാഫ് ഓർമ്മ വെക്കണം. സോ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറവാണ് അതിന്റെ പാർഷ്യൽ പ്രഷർ എങ്കിൽ നമ്മൾ സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് പറയും അല്ലെ. ആൻഡ് ഗ്യാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കാനോട്ട് ബി കണ്ടൻസ്ഡ്. If the partial pressure of the solvent in the vapor phase is equal to the vapor pressure of the solvent at that temperature, so partial pressure and vapor pressure equal, then the system is said to be at its എന്തിലായിരിക്കും, ഡ്യൂ പോയിന്റിലായിരിക്കും അല്ലെ. സാച്ചുറേഷൻ ടെമ്പറേച്ചറിലും ആണ് ഡ്യൂ പോയിന്റിലും ആണ്. ഓക്കെ, the pressure under which the liquid and vapor can coexist at equilibrium. അതിൽ നമ്മൾ വേപ്പർ ലിക്വിഡ് ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് എനി പോയിന്റ് ഓൺ ദ ടൈ ലൈൻ നമ്മൾ സാച്ചുറേഷൻ കണ്ടീഷൻസ് ആയിരിക്കും പറയുന്നത്. കോൺസെൻട്രേഷൻസ് സാച്ചുറേഷൻ കണ്ടീഷൻ സെയിം ആണ്. സോ എനി പോയിന്റ് ഓൺ പി temperature diagram is also represents the conditions at which the liquid and vapor existed equilibrium അല്ലെ. സോ ആ ടെമ്പറേച്ചറിനെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്നും ആ പ്രഷറിനെ സാച്ചുറേഷൻ പ്രഷർ എന്നും പറയും. ഓക്കെ, a saturated solution of benzene in water is in equilibrium with a mixture of air and water at room temperature and pressure. Mole fraction of benzene in liquid is xb. Okay, and the vapor pressures of benzene and water at these conditions are PVB and D superscript കൊടുക്കുന്ന ബെൻസീനും W superscript കൊടുക്കുന്നത് വാട്ടറിനും. ഓക്കെ, PVW. The partial pressure of benzene in water vapor mixture is. ഓക്കെ, സോ പാർഷ്യൽ പ്രഷർ നമുക്കറിയാം എന്താണ്, ബൈ റയോൾസ് ലോ പാർഷ്യൽ പ്രഷർ ഈക്വൽസ് വേപ്പർ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. സോ വേപ്പർ പ്രഷർ നമുക്ക് ഉണ്ട്, പാർഷ്യൽ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്തിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം അല്ലെ. സോ ഇവിടെ ചോദിച്ചേക്കുന്നതെന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ബെൻസീൻ ആണ്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ബെൻസീൻ ഈക്വൽസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണത്? XB അല്ലെ. സോ XB ഇൻറ്റു വേപ്പർ പ്രഷർ ഓഫ് ബെൻസീൻ. വേപ്പർ പ്രഷർ ഓഫ് ബെൻസീൻ കൊടുത്തിട്ടുണ്ട്, വാട്ടറും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബെൻസീൻ മാത്രം മതിയാവും. സോ XB ഇൻറ്റു PVB. സോ B ആണ് ആൻസർ. ഓക്കെ, റോൾസ് ലോ അപ്ലൈ ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. Percentage ratio of partial pressure of vapor to the vapor pressure of liquid at existing temperature is called relative saturation. Okay, so നമ്മൾ പറയുന്നത് partial pressure അപ്പോൾ ഉള്ള existing partial pressure divided by vapor pressure. അതായത് നമ്മുടെ എയർ വാട്ടർ സിസ്റ്റം സാച്ചുറേറ്റഡ് ആയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന വേപ്പർ പ്രഷർ. അപ്പോൾ ഈ ഒരു റേഷ്യോനെ പറയുന്നതാണ് റിലേറ്റീവ് സാച്ചുറേഷൻ. ഓക്കെ, സോ റിലേറ്റീവ് സാച്ചുറേഷൻ ഇസ് ദ ആൻസർ. സോ ഡെഫിനിഷൻസും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം, കാരണം ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇമ്മിസിബിൾ ലിക്വിഡ്സിന്റെ കേസിൽ പറഞ്ഞതാണ്. കുറച്ച് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് പഠിച്ചോണം എന്ന് പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ആണിത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് എ നോൺ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഈസ് എന്തായിരിക്കും? ലെസർ ദാൻ എനി വൺ ഓഫ് ഇറ്റ് സെപ്പറേറ്റ് കമ്പോണൻസ് അല്ലേ. നമ്മളത് A+B ഇമ്മിസിബിൾ ആണ് എങ്കിൽ സെപ്പറേറ്റ് എയും സെപ്പറേറ്റ് ബിയും ഇൻക്രീസ് കൊടുക്കുന്ന അതേ വേപ്പർ പ്രഷർ ആയിരിക്കും അത് A+B എന്നുള്ള ഇമ്മിസിബിൾ സൊല്യൂഷൻ ആയിട്ട് ഫോം ചെയ്യുമ്പോഴും വരുന്നത് അല്ലെ. സോ അപ്പോ ഉണ്ടാവുന്ന ആ ഒരു ടോട്ടൽ വേപ്പർ പ്രഷർ അത് എയും ബിയും അതിൽ കൊടുക്കുന്നത് കൊണ്ട് എന്തായിരിക്കും? ഒബ്വിയസ്ലി അതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും അല്ലെ. പെട്ടെന്ന് അത് എന്താവും? വോളറ്റൈൽ ആവും. വേപ്പർ പ്രഷർ അറ്റൈൻ ചെയ്ത് വേപ്പറൈസേഷൻ നടക്കും. ഓക്കെ, സോ എ ആണ് ആൻസർ. ലോവർ ദാൻ, ലെസർ ദാൻ എനി വൺ ഓഫ് ഇറ്റ്സ് സെപ്പറേറ്റ് കമ്പോണൻസ്. ഓക്കെ, Cox chart which is used in the design of a distillation column is a plot of നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ സെയിം കോക്സ് ചാർട്ടിനെ കണക്റ്റഡ് ആയിരുന്നു. സോ അതിൽ നമ്മൾ പറഞ്ഞതാണ് ടെമ്പറേച്ചർ ഇൻ എക്സ് ആക്സിസ് വേഴ്സസ് ലോഗ് ഓഫ് വേപ്പർ പ്രഷർ ഇൻ വൈ ആക്സിസ്. ഓക്കെ, സോ ആൻസർ ഈസ് എ. For water evaporating into unsaturated air under adiabatic conditions and at constant pressure,
At steady state, the dash remains constant throughout the period of vapor pressure. So അത് ഓർത്ത് നോക്കിക്കേ, നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ പഠിച്ച സമയത്ത് അതിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ് അല്ലെ. വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ അറ്റൈൻ when a small moisture content is evaporating into a bulk of unsaturated air, and throughout the process of vaporization നമ്മുടെ wet bulb temperature is a steady state temperature and it remains constant. Okay, what is the humid heat of a mixture of air with water vapor? Air and CP തന്നിട്ടുണ്ട് 10 joules ആണ് specific heat, and water vaporന്റെ CP specific heat എന്ന് പറയുന്നത് 15 joules. If humidity is 60%, so നമ്മൾ CS humid heat എന്ന് പറയുന്നത് CB plus Y prime into CA. So ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് 19 joules എന്ന് പറഞ്ഞ് കിട്ടും. അതായത് CB എന്ന് പറയുന്നത് എയറിൻ്റെതാണ് അല്ലെ. 10 plus 0.6 into 15. Which of the following is the summation of volume of 1 kg of dry air and the accompanying vapor? അതിനെ നമ്മൾ പറയുന്നതാണ് ഹ്യൂമിഡ് വോളിയം അല്ലെ. ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. Humidity chart relates which of the following balances? Momentum and energy balance ആണോ, material and energy balance ആണോ, material and momentum balance ആണോ, none of this ആണോ? So humidity chart relates material and energy balances of a air water vapor system. അതിൽ enthalpy, also humid volume and dry bulb temperature, wet bulb temperature ഒക്കെയാണ് നമുക്ക്, percentage saturation ഒക്കെയാണ് നമുക്ക് ആ ഒരു ഹ്യൂമിഡിറ്റി സൈക്രോമെട്രിക് ചാർട്ടിൽ കൊടുത്തേക്കുന്നത് അല്ലേ. സോ മെറ്റീരിയൽ ആൻഡ് എനർജി ബാലൻസസ് ആർ ദെയർ ഇൻ ഹ്യൂമിഡിറ്റി ഓർ സൈക്രോമെട്രിക് ചാർട്ട്. Again, wet bulb temperature question ആണ്. Wet bulb temperature is based on the equilibrium between the rates of energy transfer to the bulb and which of the following? Rate of energy transfer to the bulb പിന്നെ എന്താണ്? Evaporation of water ആണ് അല്ലെ. Actually evaporation of water from a wick ആണ് അല്ലെ. Wick covered with a wet cloth into unsaturated air stream. Okay. When humidity ratio of air is said to be dehumidified. So humidity ratio കൂടുകയാണോ കുറയാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹ്യൂമിഡിറ്റി റേഷ്യോ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എയർ എന്ന് പറയുന്നത് ഹ്യൂമിഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഹ്യൂമിഡിറ്റി റേഷ്യോ കുറയുവാണെന്ന് പറയുമ്പോൾ നമ്മുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആവുന്നില്ല. അപ്പൊ ഈക്വൽ ആവുന്നില്ല എങ്കിൽ നമ്മൾ പറയാം എയർ എന്ന് പറയുന്നത് ഡീഹ്യൂമിഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക, എമൗണ്ട് ഓഫ് മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. Okay, chart showing the humidity versus temperature along with all the other properties of moist air is called psychrometric chart. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹ്യൂമിഡ് വോളിയം, എൻതാൽപി, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് സാച്ചുറേഷൻ എല്ലാം കാണിക്കുന്ന ഒരു ചാർട്ടാണ് സൈക്രോമെട്രിക് ചാർട്ട് ഓർ ഹ്യൂമിഡിറ്റി ചാർട്ട്. Absolute saturation humidity is the dash amount of water vapor that the air could hold at certain temperature. Absolute saturation humidity എന്ന് പറയുന്നത് മോൾസ് അല്ല, absolute എന്ന് പറയുമ്പോൾ മാസ് ആണ്. മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ മാസ് ഓഫ് ഡ്രൈ എയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ദാറ്റ് ദ എയർ ക്യാൻ ഹോൾഡ് അറ്റ് certain temperature. ഫുള്ളി സാച്ചുറേറ്റഡ് എയറിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയായിരിക്കും? 100%. ഓക്കെ. A very dilute solution is prepared by dissolving x1 mole of a solute. So, solute in the concentration x1 in x2 moles of a solvent. The mole fraction of solute is approximately. So, നമുക്കറിയാം mole fraction എന്ന് പറയുന്നത് a plus b യുടെ mole fraction of a എന്ന് പറയുന്നത് xa divided by xa plus xb ആണ്. Mole fraction of b എന്ന് പറയുന്നത് xb divided by xa plus xb ആണ് അല്ലെ. അപ്പോൾ ഈ ഒരു ഇത് ഓർത്ത് വെച്ചിട്ട് നമുക്ക് എഴുതാം. സോ മാത്രമല്ല അവർ പറഞ്ഞിട്ട് ഒരു ഹിന്റ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. സോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ വെരി വെരി ലെസ് ആണ്. അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ x1 is very very less compared to x2 അല്ലെ. സോ നമുക്ക് x2 ആയിട്ട് എടുത്താൽ മതി. x1 നമുക്ക് നെഗ്ലിജിബിൾ ആണ്, എടുക്കേണ്ട കാര്യമില്ല. സോ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത്
സൊല്യൂട്ടിൻ്റെത് x1 അല്ലെ, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് x1 ഡിവൈഡഡ് ബൈ x1 പ്ലസ് x2 ആണ്. പക്ഷെ നമുക്ക് x2 മാത്രം എടുത്താൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. സോ x1 ബൈ x2 ഇസ് ദ ആൻസർ. The proximate analysis of coal gives, proximate analysis നമ്മൾ പറയുന്നത് moisture content ആണ്, moisture content, then VCM, volatile combustible matter, fixed carbon and ash അല്ലേ. സോ ഇത് നാലും ആണ് നമ്മുടെ പ്രോക്സിമേറ്റ് അനാലിസിസിൽ വരുന്നത്. ഓൾസോ ഓർസാറ്റ് അനാലിസിസിൽ വരുന്നത് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ ആൻഡ് നൈട്രജൻ അല്ലേ. ആൻഡ് ലാസ്റ്റ് ഉള്ള ഒരു അനാലിസിസ് ആണ് അൾട്ടിമേറ്റ് അനാലിസിസ്. അൾട്ടിമേറ്റ് അനാലിസിസിൽ നമ്മൾ കെമിക്കൽ എലമെന്റ്സ് ആണ് നോക്കുന്നത് അല്ലെ, കെമിക്കൽ എലമെന്റ്സ് ആണ് അനലൈസ് ചെയ്യുന്നത് ആൻഡ് ആഷ്. ഓക്കെ, സോ ഇതൊന്ന് ഓർത്ത് വെച്ചോണം. Which one of the following represents the Orsat analysis of flue gas when methane is completely burnt in a theoretical supply of air? സോ ഓർസാറ്റ് അനാലിസിസ് ആണ് പറഞ്ഞേക്കുന്നത്. ഓർസാറ്റ് അനാലിസിസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർസാറ്റ് അനാലിസിസ് ഇസ് ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഓൺ എ ഡ്രൈ ബേസിസ്. ഓക്കെ, അപ്പോൾ അവിടെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വരില്ല. ഓൾസോ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഓർസാറ്റ് അനാലിസിസ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സ്റ്റോഷിയോമെട്രിയിൽ വേപ്പർ പ്രഷർ, റോൾസ് ലോ, മെറ്റീരിയൽ ബാലൻസ് ആൻഡ് ഹ്യൂമിഡിറ്റി ആ ഒരു സെക്ഷനിൽ വരുന്നത്. സോ താങ്ക് യു.